പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നുപോൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവിലും സത്തിലും ദൈവത്തെ ആരാധിപ്പാൻ കൂടി വന്നിരിക്കുന്ന ബഹുമാന്യരായ എല്ലാ സഹോദരന്മാർക്കും സഹോദരിമാർക്കും ശ്രേഷ്ഠന്മാരായ കർത്തൃദാസന്മാർ, പ്രത്യേകിച്ച് വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പാസ്റ്റർ സുനിൽ വർഗീസ്, അദ്ദേഹത്തിൻ്റെ പ്രിയ പിതാവ് പാസ്റ്റർ മേ വർഗീസ് അടുത്ത റോമിലിരിപ്പുണ്ട്. ആ കുടുംബത്തിന് അവരോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ശ്രേഷ്ഠമായ കർത്തൃദാസന്മാർ, ഗായക സംഘം, എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനം അറിയിക്കുന്നു. എല്ലാറ്റിലുപരി മഹാദൈവത്തിൻ്റെ തിരു സാന്നിധ്യം ഇന്ന് പകലിവിടെ എഴുന്നള്ളി വന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ മേഘത്തിൻ്റെ കീഴിൽ അവൻ നമ്മെ ക്ഷണിച്ചു കൊണ്ടുവന്നിരുത്തിയിരിക്കുകയാണ്. നമ്മൾ വന്നതല്ല, അവൻ നമ്മളെ കൊണ്ടുവന്നതാണ്. നിങ്ങൾ വന്നതല്ല, ദൈവം നിങ്ങളെ കൊണ്ടുവന്നതാണ്. ദൈവമാണ് കൊണ്ടുവന്ന ഉറപ്പുള്ളവർ കയ്യുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നമ്മുടെ ദൈവം മഹാദൈവമാണ്. സൂര്യൻ്റെ ഈ ഭൂമിയെ ഭ്രമണം ചെയ്യുവാൻ തക്കോണം ഓർബിറ്റ് വരച്ചിട്ടിരിക്കുക, ഭ്രമണപഥം. ആ ദൈവം വരച്ചിട്ട ഓർബിറ്റിൽ കൂടെ മാത്രമേ ഇത്രയും വലിയ ഭൂമി 25,000 ചുറ്റളവുള്ള ഈ പ്ലാനറ്റിനെ മൂവ് ചെയ്യാനൊക്കത്തുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനൊക്കത്തില്ല. ഭൂമിക്ക് പോലും അതെങ്ങനെ എവിടെ പോകണമെന്ന് നിശ്ചയിച്ച് ഭ്രമണപഥം വരച്ചിട്ടിരിക്കുന്ന ദൈവം ഇന്ന് നിങ്ങൾക്ക് വരച്ചിട്ട വരയെ കൂടെ വന്നിരിക്കുകയാണ്. വെറുതെ വന്ന് കയറിയതല്ല, ദൈവം വരച്ച വരയിൽ കൂടി ഇവിടെ വന്നിരിക്കുകയാണ്. എത്രയൊക്കെ മനസ്സിലാകുന്നുണ്ട് ഞാൻ പറയുന്ന കാര്യം. നിങ്ങൾക്കിവിടെ അടുത്തിരിക്കുന്ന ആളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അറിയാമോ? അടുത്തിരിക്കുന്ന ആരുടെയെങ്കിലും ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ അറിയാമോ? നിങ്ങൾക്ക് എന്നെ ബുക്ക് നോക്കണം, ചിലർക്ക് ഓർമ്മ വരുന്നില്ല. പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും ഡേറ്റ് ഓഫ് ബർത്ത് അറിയാവുന്ന ഒരാളിവിടെ വന്നിട്ടുണ്ട്. അവൻ്റെ പേരാണ് ജീസസ് ക്രൈസ്റ്റ്. നിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് മാത്രമല്ല, നിൻ്റെ തലയിലെ മുടിയുടെ എണ്ണം അറിയാം. ഒരു മുടി താഴെ പോയാൽ അവൻ അറിഞ്ഞിട്ടേ പോകത്തുള്ളൂ. ചെറുതും വലുതുമായ സകല കാര്യങ്ങളുടെയും ഡീറ്റെയിൽസ് അറിയാവുന്ന ഒരാളാണ് നിൻ്റെ രക്ഷകൻ. നിൻ്റെ ശരീരത്തിലെ കോശങ്ങൾ എത്രയുണ്ടെന്ന് അവനറിയാം. ഏത് കോശങ്ങൾക്കാണ് കേടുള്ളതെന്ന് അവനറിയാം. ഏത് മാറ്റിയാണ് പുതിയ കോശങ്ങൾ വരേണ്ടതെന്ന് അവനറിയാം. നീ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ നിൻ്റെ അസ്ഥികളെ മെനഞ്ഞത് അവനാണ് നിന്നെ ഉരുവാക്കിയത്. അവൻ മഹാദൈവമാണ്. അവൻ ഈ പ്രപഞ്ച സൃഷ്ടാവാണ്. അവൻ സർവശക്തനാണ്. കോടി കോടി ജ്യോതിർമണ്ഡലങ്ങളെ, കോടി കോടി ജ്യോതിർഗോളങ്ങളെ ഉണ്ടാകട്ടെ എന്ന ഒറ്റ വാക്കുകൊണ്ട് ശൂന്യത്തിൽ നിന്ന് വിളിച്ചു വരുത്തിയവനാണ് എൻ്റെ ദൈവം. അവനാണ് എൻ്റെ ദൈവം. എഫേസ്യർ 1:4 സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തുവേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തു യേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. സകല അനുഗ്രഹവും ദൈവം തന്നിരിക്കുക. ഈ പുസ്തകത്തിന് തെറ്റുപറ്റത്തില്ല. ഇതിനകത്ത് വള്ളിയോ പുള്ളിയോ മാറത്തില്ല. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തു യേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഇനി ഏതെങ്കിലും അനുഗ്രഹം കിട്ടാനുണ്ടോ? എല്ലാം തന്നിരിക്കുക. ഉയർത്തെഴുന്നേൽപ്പിച്ച് യേശു ക്രിസ്തുവിനോടൊപ്പം സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുക. ഞാൻ പറയുകയല്ല, തെറ്റുപറ്റാത്ത ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. സ്വർഗസ്ഥലങ്ങളിൽ എത്തിയിരിക്കുക. നമ്മൾ നോക്കുമ്പോൾ AGയുടെ ഈ മീറ്റിംഗ് നടക്കുന്ന ഹോളിലുള്ള കസേരയിലാണ് ഇരിക്കുന്നത്. പക്ഷേ ദൈവം പറയുന്നതല്ല, സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുകയാണ്. എന്താ ഈ പറയുന്നതിൻ്റെ അർത്ഥം? നമുക്ക് ഭൗതികമായി മനസ്സിലാകുന്ന കാര്യങ്ങളെക്കാൾ വലിയ യാഥാർത്ഥ്യങ്ങളാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ അനുഗ്രഹിച്ച് നമ്മൾ സമ്പന്നരാണ്, അനുഗ്രഹത്തിന് സമ്പന്നരാണ്. നമ്മുടെ കുഴപ്പം നമ്മൾ അറിയുന്നില്ല. നമ്മളിപ്പോഴും ദരിദ്രരാണെന്ന് വിചാരിച്ച് നടക്കുക. നമ്മളിപ്പോഴും വല്ലവും തരണമേ എന്ന് പറഞ്ഞ് കയ്യിൽ നീട്ടി ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലുന്ന അഭയാർത്ഥികളായിട്ട് നിൽക്കുകയാണ്. നീ ആരാണ്? നിനക്ക് അധികാരത്തോടെ കൽപ്പിക്കാനുള്ള അഭിഷേകമാണ് ദൈവം നിനക്ക് തന്നിരിക്കുന്നത്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ. പരിഹാസികളുടെ ഇരിപ്പിടം, പെട്ടെന്ന് ഞാൻ പറയാം, പരിഹാസം പറയുന്ന കാര്യങ്ങൾ കേട്ടോണ്ടിരിക്കുന്നതാണ് പരിഹാസികളുടെ ഇരിപ്പിടം.
അതിനിടയിൽ ലൈക്ക് അടിക്കുകയോ അതിനിടയിൽ കമൻ്റ് അടിക്കുകയൊക്കെ ചെയ്യുന്നതാണ് പരിഹാസികളുടെ ഇരിപ്പിടം. മനസ്സിലാകുന്നുണ്ടോ? പ്രായമുള്ളവർക്ക് മനസ്സിലാകത്തില്ല, ചെറുപ്പക്കാർക്ക് മനസ്സിലായി കഴിഞ്ഞു. പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കാതെ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച രാപ്പുകൾ അതിനെ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ ആശ്ചര്യത്തെ നട്ടിരിക്കുന്നു, ഇലവടാത്തതും ഫലം കായ്ക്കുന്നതുമായ വൃക്ഷം പോലെ ഇരിക്കും. ആരുടെ കാര്യമാണ് പറയുന്നത്? ദൈവവചനത്തിൽ സന്തോഷിക്കുന്നവർ, ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ശബ്ദമുണ്ടാക്കുന്നവർ, പ്രതികരിക്കുന്നവർ, അവരുടെ കാര്യം പറയുക. അടുത്ത വാക്യം, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ആര് ചെയ്യുന്നത്? ദൈവത്തിൻ്റെ വചനം കേട്ട് സന്തോഷിക്കാൻ ചെയ്യുന്നത് സാധിക്കും. ദുഷ്ടന്മാരുടെ ആലോചനയിൽ നിന്ന് മാറി, പാപികളുടെ വഴിയിൽ നിന്ന് മാറി, പരിഹാസരുടെ ഇരിപ്പിടത്തു നിന്ന് മാറി, ദൈവത്തിൻ്റെ വചനത്തിൽ രാപ്പുകൾ സന്തോഷിച്ചതിനെ ധ്യാനിക്കുന്ന മനുഷ്യൻ ചെയ്യുന്നതൊക്കെ സാധിക്കും. ആര് പറഞ്ഞു? പ്രപഞ്ച സൃഷ്ടാവായ ദൈവം പറഞ്ഞു, നീ ചെയ്യുന്നതൊക്കെ സാധിക്കും. ദുഷ്ടാപിശാച് പറയും നീ ചെയ്യുന്നത് സാധിക്കില്ലെന്ന്. ദൈവത്തിൻ്റെ വചനം പറയുന്നു നീ ചെയ്യുന്നത് സാധിക്കും. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ ചോദിച്ചു കൊള്ളുക, ഞാൻ നിങ്ങൾക്ക് ജാതികളെ തരാം, ഞാൻ നിങ്ങൾക്ക് രാജ്യങ്ങളെ തരാം, ഞാൻ നിങ്ങൾക്ക് വംശങ്ങളെ തരാം, ഞാൻ നിങ്ങൾക്ക് ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായി തരാം. എന്ത് ചെയ്താൽ മതി? ചോദിച്ചാൽ മതി. എന്തുകൊണ്ടാണ് കിട്ടാത്ത? ചോദിക്കാത്തതുകൊണ്ട്. നിങ്ങൾ പ്രാർത്ഥിച്ച രോഗികൾക്ക് സൗഖ്യം വരും. പാസ്റ്റർ, ഇതുവരെ ഞാൻ പ്രാർത്ഥിച്ച് സൗഖ്യം വന്നില്ല. ഇല്ല, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടില്ല. നിങ്ങൾക്ക് വിശ്വാസമില്ല. കൈവച്ചാൽ സൗഖ്യം വരുന്നുണ്ട് കൈവെക്കാതെ പ്രാർത്ഥിച്ചതല്ല. വിശ്വാസത്താൽ കൈവച്ചൊന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കേ. നീ വിശ്വസിച്ചാൽ ദൈവം സൗഖ്യം നൽകും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. പാസ്റ്റർമാരാൽ ഈ അടയാളങ്ങൾ നടക്കുമെന്നല്ല എഴുതിയത്, പ്രസംഗകരാൽ ഈ അടയാളം നടക്കുമെന്നല്ല എഴുതിയത്, വിശ്വസിക്കുന്നവരാൽ. അകത്ത് വിശ്വാസമുണ്ടോ? ഈ അടയാളം നടക്കും. ഏതടയാളം നടക്കും? അവർ രോഗിയുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? എത്രർക്ക് വിശ്വാസമുണ്ടെന്ന് കൈവക്കി കാണിച്ചേ. ആ പൊക്കിയ കയ്യ് ഏതെങ്കിലും രോഗിയുടെ മേൽ നിങ്ങൾ വിശ്വാസത്തോടെ വെച്ചാൽ അവർക്ക് സൗഖ്യം വരും. നിങ്ങൾ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യം കൊടുക്കണമെന്ന് ദൈവം വിചാരിച്ചിരിക്കുക. ചില രോഗികൾക്ക്, നിങ്ങൾക്ക് പരിചയമുള്ളവരെ, നിങ്ങളുടെ വീട്ടിലുള്ളവരെ, നിങ്ങളുടെ സഭയിലുള്ളവരെ, നിങ്ങളുടെ അടുത്തിരിക്കുന്ന ചില രോഗികൾക്ക് കർത്താവിന് സൗഖ്യം കൊടുക്കണം. പക്ഷേ നിങ്ങൾ കൈവെക്കുമ്പോൾ കൊടുക്കാനാണ് ദൈവത്തിന് താല്പര്യം. പക്ഷെ നിങ്ങൾ കൈവെക്കുന്നില്ല. കൈവെക്കാത്തതുകൊണ്ട് അവർ രോഗികളായിട്ട് ഇപ്പോഴും ഇരിക്കുക. കഷ്ടപ്പെടുത്തില്ല അങ്ങനെ ആളുകളെ, കേട്ടോ. അവർ രോഗികളായിട്ടിരിക്കാൻ കാരണം നിങ്ങൾ കൈവച്ച് പ്രാർത്ഥിക്കുന്നില്ല. നിങ്ങൾ കൈവച്ചാൽ രോഗികൾക്ക് സൗഖ്യം വരും. ദൈവം വലിയ ദൈവമാണ്. ദൈവം സർവശക്തനായ ദൈവമാണ്. ദൈവം സർവവ്യാപിയായ ദൈവമാണ്. ദൈവം സർവജ്ഞാനിയായ ദൈവമാണ്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും പുതിയ സഭയെ ദൈവം അനുഗ്രഹിച്ചു എന്ന് ഇവിടെ 1-4 വാക്യത്തിൽ വായിച്ചു. അടുത്ത വാക്യത്തിൽ കാണുന്നു, ലോകസ്ഥാപനത്തിനു മുമ്പ് ക്രിസ്തുയേശുവിൽ അവൻ നമ്മെ തെരഞ്ഞെടുത്തു. ഒന്നാമത്തെ അനുഗ്രഹം അതാ, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹം എന്ന് പറഞ്ഞിട്ട് പൗലോസ് വിശദീകരിക്കുകയാണ്. നാം അവൻ്റെ സന്നിധി വിശുദ്ധരും നിഷ്കളങ്കരുമാകട്ടെ. ലോകസ്ഥാപനത്തിന് മുൻപ് ക്രിസ്തുയേശുവിൽ ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. എല്ലാവരും കൂടെ പറഞ്ഞ് തെരഞ്ഞെടുത്തു. വെറുതെ ഒരാൾക്കും ദൈവത്തിൻ്റെ സഭയ്ക്കകത്ത് കയറി ഇരിക്കാനൊക്കെയല്ല. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രമേ ഇരിക്കാനൊക്കത്തുള്ളൂ. എന്ന് തിരഞ്ഞെടുത്തു? ലോകസ്ഥാപനത്തിന് മുമ്പ്. സംശയമുള്ള ഒരു വാക്യം നോക്കിക്കോണം. എഫെസ്യർ 1-5 വാക്യം, 4-5 വാക്യങ്ങളെ ഞാൻ പറയുന്നത്. ലോകസ്ഥാപനത്തിന് മുൻപ് ക്രിസ്തുയേശുവിൽ ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. നീ ജനിക്കുന്നതിന് മുമ്പ് തെരഞ്ഞെടുത്തു. നിൻ്റെ അപ്പനും അമ്മയും ഉണ്ടാകുന്നതിന് മുമ്പ് തെരഞ്ഞെടുത്തു. ആദാമിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തെരഞ്ഞെടുത്തു. ലോകം സ്ഥാപിക്കുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിനകത്ത് ഉണ്ടായിരുന്ന ആളുകളാണ് ദൈവത്തിൻ്റെ സഭയിലുള്ളത്. എന്താ തിരഞ്ഞെടുത്തത്? എന്തെങ്കിലും യോഗ്യത നോക്കിയാണോ? ഒരു യോഗ്യതയും നോക്കിയല്ല, ഒരർഹതയും നോക്കിയല്ല, ഒരു ക്വാളിഫിക്കേഷൻ നോക്കിയല്ല. ഇതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് തിരഞ്ഞെടുത്തത്. ഇതൊന്നും ഇല്ലാത്തവരെയാണ് തിരഞ്ഞെടുത്തത്. ദൈവം തിരഞ്ഞെടുത്തു എന്ന് ചെറിയ കാര്യമല്ല, വെറുതെ തലയാട്ടിയിരിക്കാനുള്ള കാര്യമല്ല. ദൈവം തിരഞ്ഞെടുത്തു എന്ന് ലോകസ്ഥാപനത്തിന് മുമ്പ് ദൈവം തിരഞ്ഞെടുത്തപ്പോൾ നിന്നെ തിരഞ്ഞെടുത്തില്ലായിരുന്നെങ്കിൽ ഇവിടെ കാണത്തില്ലായിരുന്നു. ദൈവം തിരഞ്ഞെടുത്തു എന്നത് മറന്നു പോകരുത്. നീ ജനിക്കുമ്പോൾ ദൈവം തിരഞ്ഞെടുത്ത്. അവരോട് യിരെമ്യാവേ, യിരെമ്യാവ് പറഞ്ഞു, ഞാൻ ബാലകനാ,
ദൈവം നീ ബാലകനാണ് നീ പറയരുത്. നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പ് ഞാൻ നിന്നെ അറിഞ്ഞു. നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ പുറത്തു വരുന്നതിന് മുമ്പ് ഞാൻ നിന്നെ ജാതികളുടെ പ്രവാചകനായി നിയമിച്ചു. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് വലുതാണ്. ശൗൽ എന്ന പേരുള്ള ഒരാൾ തർസോസിൽ, അവൻ യെരൂശലേമിൽ വന്ന് വിശ്വാസികളെ പീഡിപ്പിക്കാൻ തുടങ്ങി. തർസോസുകാരൻ ശൗൽ ഒരുപാട് ആളുകളെ വലിച്ചിരച്ച് അവരെ വധസ്ഥലത്ത് കൊണ്ടുവന്നാക്കി. ദമസ്കോസിലുള്ള വിശ്വാസികളെ പീഡിപ്പിക്കേണ്ടതിന് അധികാരപത്രം മഹാപുരോഹിതന്മാർ വാങ്ങിച്ചിട്ട് ദമസ്കോസിലേക്ക് പോകുകയാണ്. ദമസ്കോസ് പട്ടണത്തിൻ്റെ പടിവാതിക്കലെത്തിയപ്പോൾ സൂര്യനെ കവിയുന്നൊരു വെളിച്ചം അവനെ ചുറ്റി മിന്നി. അവൻ നിലത്ത് വീണു. ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്നൊരു ശബ്ദം അവൻ കേട്ടു. നീ ആരാകുന്നു കർത്താവേ എന്ന് അവൻ ചോദിച്ചു. നീ ഉപദ്രവിക്കുന്ന നസ്രയനായ യേശുവാകുന്നു ഞാൻ. മുള്ളിന് നേരെ ഉദയ്ക്കുന്നതിനൊക്കെ വിഹിതമല്ല. അവന് കണ്ണിൻ്റെ കാഴ്ച പോയി. കൈപിടിച്ച് നടത്തുന്ന ആൾ അവനെ കൈപിടിച്ച് അടുത്ത് ആ പട്ടണത്തിലുള്ള യൂദ എന്നയാളുടെ വീട്ടിൽ, നേർവീതി എന്ന തെരുവിൽ യൂദ എന്ന ആളുടെ വീട്ടിൽ കൊണ്ടുവന്നാക്കി. 3 ദിവസം അവിടെ ഇരുന്നു. അനന്യാസ് എന്ന പേരുള്ളൊരു വിശ്വാസി ആ പട്ടണത്തിലുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് അനന്യാസിനോട് പറഞ്ഞു, അനന്യാസേ, നീ ഇവിടുന്ന് എഴുന്നേറ്റ് യൂദയുടെ വീട്ടിൽ ചെല്ലണം. നേർവീതി എന്ന തെരുവിലെ യൂദയുടെ വീട്ടിൽ ചെല്ലണം. അവിടെ ശൗൽ എന്ന ആള് കണ്ണിന് കാഴ്ചയില്ലാതിരിക്കുകയാണ്. നീ ചെന്ന് കൈവച്ച് പ്രാർത്ഥിച്ചാൽ അവന് കാഴ്ച കിട്ടുമെന്ന് അവൻ, ബാക്കി പറയാമോ? നീ ചെന്ന് കൈവച്ച് പ്രാർത്ഥിച്ചാൽ അവന് കാഴ്ച കിട്ടുമെന്ന് അവൻ കണ്ടിരിക്കുന്നു. അങ്ങനെ പറഞ്ഞ് കണ്ണിന് കാഴ്ചയില്ല, പക്ഷെ അവൻ കണ്ടു. കണ്ണിന് കാഴ്ചയില്ലാത്തവൻ കണ്ടു. അനന്യാസ് എന്ന പേരുള്ള ഒരാൾ വന്ന് കൈവച്ച് പ്രാർത്ഥിക്കുവാൻ കാഴ്ച കിട്ടുന്ന അവൻ കണ്ടു. ആ കാഴ്ച വേറെയാണ്. അത് ഹൃദയത്തിൻ്റെ കണ്ണുകൊണ്ടുള്ള കാഴ്ചയാണ്. അത് വെളിപ്പാടാണ്. പുറമേയുള്ള കണ്ണ് പോയാലും അകത്തെ കണ്ണിന് അവന് വെളിച്ചം കിട്ടി. അപ്പോൾ അന്യാസ് പറഞ്ഞു, കർത്താവേ, ഞാൻ പോയി പ്രാർത്ഥിക്കുകയില്ല. അവനാരാ? അവൻ യെരൂശലേമിലുള്ള വിശ്വാസികളെ മുഴുവൻ കൊന്നുപിടിച്ചവനാ. ഇവിടെയുള്ള വിശ്വാസികളെ കൊല്ലേണ്ടതിന് അധികാരപത്രവും വാങ്ങിച്ചു വന്നവനാ. അവന് വേണ്ടി ഞാനെങ്ങനെ പോയി പ്രാർത്ഥിക്കുന്നത്? കർത്താവ് പറഞ്ഞു, നീ ചെല്ലുക. രാജാക്കന്മാരുടെയും ജാതികളുടെയും ഇസ്രായേൽ മക്കളുടെയും മുമ്പിൽ എൻ്റെ നാമത്തെ ഉയർത്തുവാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാണവൻ. എപ്പം തിരഞ്ഞെടുത്തു? ഇവൻ വന്നത് കൊല്ലാനാ. ഇവൻ്റെ ഉള്ള അധികാരപത്രം കൊല്ലാനാ. മാനസാന്തരപ്പെട്ടവൻ ഏതെങ്കിലും പ്രസംഗം കേട്ട് കൈവക്കുകയോ? എപ്പോഴാണ് തിരഞ്ഞെടുത്തത്? ലോകസ്ഥാപനത്തിന് മുമ്പ്. ശൗലേ, സഹോദര, നീ കാഴ്ച പ്രാപിക്കുക എന്ന് പറഞ്ഞ് അന്യാസ് അവൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അവന് കാഴ്ച കിട്ടി. അവൻ യേശുവിൻ്റെ സാക്ഷിയായി മാറി. പൗലോസ് ആദ്യം ധരിച്ചു ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച യേശു അവനെ കണ്ടതെന്ന്. പിന്നെ അവൻ ഗലാത്യ ലേഖനത്തിൽ എഴുതി, എൻ്റെ ജനനം മുതൽ എന്നെ വിളിച്ചു വേർതിരിച്ച എൻ്റെ ദൈവം. റോമൻ കാരാഗ്രഹത്തിൽ അവൻ്റെ അന്ത്യനാളുകൾ കിടക്കുമ്പോഴേ എഫേസ് ലേഖനം എഴുതി. അവിടെ വെച്ചെഴുതി, ലോകസ്ഥാപനത്തിനു മുമ്പ് ക്രിസ്തുവേശുവിൽ അവൻ നമ്മെ തെരഞ്ഞെടുത്തു. നിന്റെ യോഗ്യത നോക്കിയല്ല. നീ എന്ത് ചെയ്യുന്നു? നീ അപ്പോസ്തലനാകാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. നീ എഴുത്തും വാങ്ങിച്ചുകൊണ്ട് നടക്കുക, വിശ്വാസികളെ ഉപദ്രവിക്കുക. നിൽക്കവിടെ വഴി തടഞ്ഞു നിർത്തി കണ്ണിൻ്റെ കാഴ്ചയും കളഞ്ഞിട്ട് പറയുന്നത്, നിന്നെ ഇതിനല്ല കണ്ടിരിക്കുന്നത്. നീ ജനിക്കുന്ന മുമ്പ് നിന്നെ തിരഞ്ഞെടുത്ത എൻ്റെ അപ്പോസ്തലനാകാൻ, എൻ്റെ സാക്ഷിയാകാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുക. ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുക. ഏത് വഴിയിൽ നീ പോയാലും നിനക്ക് രക്ഷപ്പെടാനൊക്കത്തില്ല. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ വഴിയിൽ നിന്നെ കൊണ്ടുവരും. ദൈവത്തിനൊരു പർപ്പസുണ്ട്. നീ ജനിച്ചതിന് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. നീ ഭൂമിയിൽ വന്നതിന് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ? ദൈവത്തിൻ്റെ പർപ്പസിന് വേണ്ടി നിന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. നീ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് എന്ന് മാത്രമല്ല, അടുത്ത് നമ്മൾ വായിക്കുന്നത്, അവൻ നമ്മെ മുൻ നിയമിച്ചു. പ്രീഡെസ്റ്റിൻഡ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇലക്ഷൻ കഴിഞ്ഞു, അവൻ തിരഞ്ഞെടുത്തു. എന്ന് തിരഞ്ഞെടുത്തു? ലോകസ്ഥാപനത്തിന് മുമ്പ് തിരഞ്ഞെടുത്തു. എന്ന് മാത്രമല്ല, തിരഞ്ഞെടുത്തതിൻ്റെ കൂട്ടത്തിൽ നിന്നെ മുൻ നിയമിച്ചു. ഇനി മാറ്റമില്ല. നീ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നിന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ ദൈവത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. 139 സങ്കീർത്തനം. ദൈവമേ, നിൻ്റെ വിചാരങ്ങൾ എത്ര വലിയതാണ്.
നാളുകൾ ഉണ്ടാകുന്നതിന് മുമ്പ് നിൻ്റെ പുസ്തകത്തിൽ അത് നീ എഴുതി വെച്ചു. ദൈവത്തിൻ്റെ പുസ്തകത്തിൽ ദൈവം ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എഴുതി വെച്ച പുസ്തകത്തിൽ നിന്നെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്, നിൻ്റെ ജീവിതത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. നിൻ്റെ പുസ്തകത്തിൽ അതെല്ലാം നീ എഴുതി വച്ചിരിക്കുന്നു. ദൈവം നിന്നെ മുൻ നിയമിച്ചതാണ്. അടുത്ത വാക്യം കാണുന്നത്, അവൻ നമ്മെ വീണ്ടെടുത്ത് അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് എന്ന് 3 കാര്യം ഞാൻ പറഞ്ഞു. സകല അനുഗ്രഹങ്ങൾ താഴോട്ട് വായിച്ചാൽ 7 കാര്യമാണ് എഴുതിയിരിക്കുന്നത്. അതിൽ 3 കാര്യം. 1, ദൈവം മുൻ നിയമിച്ചു. 2, ഒന്നാമത്തെ തിരഞ്ഞെടുത്തു. 2, മുൻ നിയമിച്ചു. 3, വീണ്ടെടുത്തു. എങ്ങനെ വീണ്ടെടുത്തു? യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുത്തു. എന്താ വീണ്ടെടുപ്പ്? നഷ്ടപ്പെട്ടതിനെ മടക്കിയെടുക്കുക. പാപത്തിൽ നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ ദൈവം തിരിച്ചു വിലയ്ക്ക് വാങ്ങി. അടിമച്ചന്തയിൽ കേൾക്കുന്നൊരു വാക്കായിരുന്നു വീണ്ടെടുപ്പ് കാലത്ത്. അടിമച്ചന്തയിൽ അടിമക്കച്ചവടത്തിന് പറയുന്ന വാക്കാണ് പുതിയ മുതൽ വീണ്ടെടുപ്പ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. അടിമച്ചന്തയിൽ നിൽക്കുന്ന ഒരടിമയെ ചന്തയിൽ തന്നെ അങ്ങോട്ടോ ഇങ്ങോട്ടോ വാങ്ങിച്ചിട്ട് പിന്നെയും വിൽക്കാൻ മാറ്റുന്നതും വില കൂടുതൽ കിട്ടാൻ. അങ്ങനെ അടിമച്ചന്തയിൽ കച്ചവടം ചെയ്ത ആ കച്ചവടത്തിന് ഗ്രീക്ക് ഭാഷയിൽ പറയുന്ന വാക്കാണ് അഗരസോ. കച്ചവടം നടത്തി ഈ അടിമയെ വേറൊരാൾ വാങ്ങിച്ചിരിക്കുന്നു. എന്നാൽ ചിലർ വാങ്ങിച്ച് മാറ്റി നിർത്തുകയില്ല, വാങ്ങിച്ചുകൊണ്ട് അങ്ങ് പോകും. വാങ്ങിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ അതിന് പറയുന്ന വാക്കാണ് എക്സ് അഗരസോ, ചന്തയിൽ നിന്ന് കൊണ്ടുപോയി. ഇത് രണ്ടും വീണ്ടെടുപ്പെന്നാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. പാപത്തിൻ്റെ അടിമച്ചന്തയിൽ വിൽപ്പന ചരക്കായിരുന്നു നീ. നിൻ്റെ കയ്യിൽ പാപത്തിൻ്റെ ചങ്ങല കെട്ടായിരുന്നു. നിന്നെ അവിടുന്ന് വാങ്ങിച്ചിട്ട് പിന്നെയും വിൽക്കാൻ മാറ്റി നിർത്തുകയല്ല, അവിടെ നിന്ന് കൊണ്ടുപോയി. 3ാമതൊരു വാക്ക് ലൂട്രു എന്നാണ്. ആ വാക്കിൻ്റെ അർത്ഥം അടിമയ്ക്ക് വിമോചനം നൽകി. നീ അടിമയല്ല, നീ എൻ്റെ ദാസനല്ല, നിന്നെ ഞാൻ വിലയ്ക്ക് വാങ്ങി നിനക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾ തിരിച്ച് അവനോട് പറഞ്ഞു, കർത്താവേ, നിന്നെപ്പോലൊരു യജമാനനെ ലോകത്തിൽ എവിടെ പോയാലും എനിക്ക് കിട്ടുകയില്ല. അതുകൊണ്ട് ഞാൻ നിൻ്റെ അടിമ. നമ്മളെ ഏൽപ്പിച്ചു കൊടുത്ത് എത്ര മനസ്സിലായി ഞാൻ പറഞ്ഞ കാര്യം? പ്രൈസ് ദ ലോർഡ്. ഇതാണ് വീണ്ടെടുപ്പ്. സഹോദരൻ ശവക്കുടി കാണാതെ അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പുകൾ എടുപ്പാനോ ആർക്കും കഴിയുകയില്ല. അവൻ്റെ വീണ്ടെടുപ്പ് വിലയേറിയത് സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുകയാണ്. ആർക്കും കഴിയത്തില്ല. സഹോദരൻ ശവക്കുടി കാണാതെ അവനെ വീണ്ടെടുപ്പാനോ അവന് വീണ്ടെടുപ്പ് വില കൊടുക്കുവാനോ ആർക്കും കഴിയുകയില്ല. അതുകൊണ്ട് അസാധ്യമായൊരു കാര്യം. പാപത്തിൽ മനുഷ്യൻ വീണപ്പോൾ അവനുണ്ടായ അടിമത്വത്തിൻ്റെ മോചനദ്രവ്യം എവിടെയാണ് കൊടുക്കേണ്ടത്? ചില തെറ്റായി ചിന്തിക്കാറുണ്ട്. പിശാചിൻ്റെ മുമ്പിൽ കൊടുത്തെന്ന്. പിശാച് കൊള്ളക്കാരന്, അവൻ കള്ളനാ. അവൻ്റെ മുമ്പിൽ ഒരു മോചനദ്രവ്യം കൊടുക്കണ്ട. ദൈവനീതിയുടെ മുമ്പിൽ, ദൈവ കോടതിയുടെ മുമ്പിൽ മനുഷ്യൻ തെറ്റുകാരനാണ്. ദൈവത്തിൻ്റെ കോടതിയുടെ മുമ്പിൽ പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ എന്ന ദൈവത്തിൻ്റെ നിയമപ്രകാരം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടേണ്ടതാണ് നിങ്ങളും ഞാനും. ദൈവത്തിൻ്റെ കോടതിയിൽ മനുഷ്യൻ നിൽക്കുന്നത് പ്രതിക്കൂട്ടിലാണ്. പ്രതിക്കൂട്ടിൽ കയ്യും കെട്ടി വായും കുത്തി പേടിച്ച് വിറച്ച് നിൽക്കുക. ദൈവത്തിൻ്റെ നീതിപീഠം, ദൈവത്തിൻ്റെ കോടതി, ദൈവത്തിൻ്റെ മുമ്പിലുള്ള കേസ് ഫയലിനകത്ത് നിനക്കെതിരെ ഒരു കേസുണ്ട്. ആ കേസിൻ്റെ വിധി മരണശിക്ഷയാണ്. ഏത് വായും അവൻ്റെ മുമ്പിൽ അടയേണ്ടതിന് റോമാലേഖനം 3-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുക. മനുഷ്യന് ദൈവത്തിന് മുമ്പിലുള്ള നിലയത, സ്റ്റാറ്റസ്, പ്രതിക്കൂട്ട് നിൽക്കുന്ന പ്രതിയ. അപ്പോൾ ഒരു അഡ്വക്കേറ്റ് കയറി വന്നു. അഡ്വക്കേറ്റ് പറഞ്ഞു, ഈ നിൽക്കുന്ന കെ.സി. ജോൺ, ഇയാൾ വരുത്തിയ മുഴുവൻ പാപക്കടങ്ങളും എൻ്റെ ജീവരക്തം കൊടുത്ത് ഞാൻ പേ ചെയ്തതാണ്. മുഴുവൻ കടങ്ങളും ഞാൻ പേ ചെയ്ത് കഴിഞ്ഞു. ഇയാളെ വെറുതെ വിടണം. കോടതി സകല എവിഡൻസും പരിശോധിച്ചിട്ട് വിധി പറഞ്ഞു, കെ.സി. ജോൺ, നിന്നെ വെറുതെ വിട്ടിരിക്കുന്നു. നിൻ്റെ പേരിലുള്ള സകല കടങ്ങളും ഇദ്ദേഹം വീട്ടിയിരിക്കുന്നു. നീ സ്വതന്ത്രൻ. അതിനാണ് നീതീകരണമെന്ന് പറയുന്നത്. എൻ്റെ കേസ് കെട്ട് റദ്ദാക്കി കളഞ്ഞു.
നിനക്ക് വിരോധമായി ദൈവത്തിൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്ന കേസ് കെട്ട കൈയെടുത്ത് മായ്ച്ചു കളഞ്ഞു. ദൈവത്തിന് മുമ്പിൽ നീ തലയും കുനിച്ച് പ്രതിക്കൂട്ടുന്ന ആളല്ല, ഇപ്പോൾ രണ്ട് കയ്യും പൊക്കി ദൈവത്തെ സ്തുതിക്കുന്ന ആളാക്കി മാറ്റി. നിനക്ക് വിരോധമായി ഉണ്ടായിരുന്ന കൈയെടുത്ത് മായ്ച്ചു കളഞ്ഞു. വീണ്ടെടുപ്പിൻ്റെ ദ്രവ്യം കെട്ടിവെച്ചത് ദൈവത്തിൻ്റെ നീതിപീഠത്തിൻ്റെ മുമ്പിലാണ്. ആരാണ് കെട്ടിവെച്ചത്? യേശു ക്രിസ്തു. ഏത് രക്തമാണ്? 33 തിരുവയസ്സിൽ പാപത്തിൻ്റെ കറവില്ലാത്ത രക്തം. ഗത്സമന തോട്ടത്തിൽ വീണ് കിടന്നുരുളുമ്പോൾ അവൻ്റെ ശരീരത്തിൽ നിന്ന് രക്തധമനികൾ പൊട്ടി വിയർപ്പാട്ടൊഴുകിയ രക്തം. അവിടെ വെച്ച് ദുഷ്ടപിശാചുകൾ അവരെ കൊല്ലാൻ ശ്രമിച്ചു. യേശു ക്രിസ്തുവിൻ്റെ മേൽ മനുഷ്യൻ്റെ പാപം ചുമത്തിക്കഴിഞ്ഞപ്പോൾ പിശാചുക്കൾക്ക് അവനോട് പോരാൻ കഴിഞ്ഞു. 22-ാം സങ്കീർത്തനത്തിൽ യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങളെക്കുറിച്ച് ദാവീദ് എഴുതുന്ന ഭാഗത്ത് എഴുതിയിരിക്കുന്നു, നായ്ക്കൾ എന്നെ വളഞ്ഞു, ബാശാൻ കൂറ്റന്മാരുടെ നേരെ വന്നു. കാൽവറി ക്രൂശിൻ്റെ ചുവട്ടിൽ ഇവിടെ ബാശാൻ കൂറ്റന്മാർ വന്ന്, ഇവിടെ നായ്ക്കൾ വന്നത് ബുഭിക്ഷതയോട് അലറുന്ന സിംഹം പോലെ അവരെൻ്റെ നേരെ വായ് വിളർക്കുന്നു. പൈശാചിക ശക്തികൾ, സാത്താന്യ ശക്തികൾ യേശുവിനോട് പോരാടുകയാണ്. ഗത്സമന തോട്ടത്തിൽ വെച്ച് മനുഷ്യൻ്റെ പാപം യേശുവിൻ്റെ മേൽ ചുമത്തിയപ്പോൾ പൈശാചിക ശക്തികൾ അവനോട് പോരാടി. അവൻ്റെ രക്തധമനികൾ പൊട്ടി ചോരയൊഴുകുമ്പോൾ യേശു പ്രാർത്ഥിച്ച, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നീങ്ങിപ്പോകണം, എങ്കിൽ ഈ എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നിറവേറ്റണം. ദൈവത്തിൻ്റെ ദൂതനെ ദൈവം അയച്ച് അവനെ ശക്തിപ്പെടുത്തിയ ദുഷ്ട പിശാചുക്കളെ അവിടെ നിന്ന് ഓടിച്ചു. അവിടെ നിന്ന് റോമൻ പട്ടാളക്കാർ, യഹൂദ ചേവകര്. ചേവകരെന്ന് പറഞ്ഞാൽ യഹൂദന്മാർക്ക് സിവിൽ ഭരണം അവരുടെ സന്നദ്ധ സംഘമാണ്. എന്നാൽ അവരുടെ പൊതുഭരണം റോമൻ ഗവൺമെൻറ്റാണ്. റോമൻ വിദേശികളാണ്, യൂറോപ്യന്മാരാണ്. വിദേശികളായ റോമക്കാരുടെ ഭരണത്തിന് കീഴിൽ യെരുശലേം കിടക്കുമ്പോൾ അവരുടെ സിവിൽ ഭരണത്തിന് മഹാപുരോഹിതന്മാർ അധ്യക്ഷരായിരിക്കുന്ന സന്നദ്ധ സംഘമുണ്ട്. അവർക്ക് ഉള്ള പോലീസിൻ്റെ പേരാണ് ചേവകർ. ആ ചേവകർ വന്നിട്ടുണ്ട്. അതുപോലെ റോമക്കാരുടെ പട്ടാളക്കാർ വന്നിട്ടുണ്ട്. വലിയ പുരുഷാരം വന്നിട്ടുണ്ട്. ഒറ്റിക്കൊടുക്കുന്ന യൂദ വന്നിട്ടുണ്ട്. യൂദ ചിരിച്ചുകൊണ്ട് വന്ന് യേശുവിനെ റബി എന്ന് വിളിച്ച് ചുമ്മനത്തിൽ കാണിച്ചു കൊടുക്കാൻ പോകുമ്പോൾ യേശു ചോദിക്കുന്നു, സ്നേഹിത, നീ വന്ന കാര്യമെന്ത്? ആക്ഷേപിച്ചല്ല വിളിച്ചത്, പരിഹസിച്ചല്ല വിളിച്ചത്. ഏത് എതിരാളിയും ബഹുമാനത്തോടെ സംബോധന ചെയ്യാൻ നമ്മൾ പഠിക്കണം. യേശു ബഹുമാനത്തോടെ സംബോധന ചെയ്തു. അവൻ്റെ പോക്കറ്റിൽ കിടന്ന് കിലുങ്ങുക 30 വെള്ളിക്കാശ്. യൂദേ, ഗുരുവിനെ നീ ചുംബനത്താലാണോ ഒറ്റിക്കൊടുക്കുന്നത്? അന്നേരം അവൻ്റെ അകം പടഞ്ഞു. അവിടുന്ന് അവൻ ഓടുന്നത് ഈ പണം വലിച്ചെറിഞ്ഞു കൊടുക്കാൻ മഹാപുരോഹിതന്മാരുടെ മുമ്പിൽ. ശീമോൻ വാളെടുത്ത് വെട്ടി പരിചയമില്ലാത്ത ശീമോൻ കുപ്പായം കൊടുത്ത് വിലയ്ക്ക് മേടിച്ച്, അവൻ്റെ ഉടുപ്പ് കൊടുത്തിട്ട് വിലയ്ക്ക് മേടിച്ച വാളാ അത് ഇട്ടേക്കായിരുന്നു. ആ വാളെടുത്ത് മഹാപുരോഹിതൻ്റെ ദാസനെ വെട്ടി, കഴുത്തിന് വെട്ടിയതാ. കഴുത്തിന് വെട്ടിയെങ്കിലും ചെവി മാത്രം മുറിഞ്ഞ് താഴെ വീണു. വാളെടുത്ത് വീശി വെട്ടി പരിചയമില്ലാത്ത ശീമോന് വാളെടുത്ത് വെട്ടിയാൽ കഴുത്തിന് വെട്ടിയാൽ ചെവി മുറിയും. കാരണം ഇവന് പരിചയമില്ല. ഇവൻ്റെ വാളിതല്ല. ഇവൻ്റെ വാൾ ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ള ദൈവത്തിൻ്റെ വചനമാണ്. പെന്തക്കോസ് നാളിൽ അവൻ എഴുന്നേറ്റ് ആ വാൾ കൊണ്ടൊന്ന് വെട്ടി 3000 ദാസന്മാരാണ് വീണത്. വചനത്തിൻ്റെ ശക്തിയാണ് ദൈവം അവൻ്റെ കൊടുത്തിരിക്കുന്നത്, വാളിൻ്റെ ശക്തിയല്ല. നോക്കൂ, യേശുവിനെ പിടിക്കാൻ വന്ന ആളുകൾ, യേശു ചോദിക്കുന്നു, പകലെ ഞാൻ അവിടെ പ്രസംഗിച്ചില്ല, നിങ്ങൾ എന്നെ പിടിച്ചില്ലല്ലോ, രാത്രി അങ്ങനെ ഒരു കൊള്ളക്കാരനെ പിടിക്കാൻ വരുന്ന പോലെ തീവെട്ടുകളുമായി നിങ്ങൾ വന്നിരിക്കുന്നു, ആൾക്കൂട്ടവുമായി വന്നിരിക്കുന്നു എന്ന് ചോദിച്ചപ്പോഴാണ് ശീമോൻ വെട്ടിയത്. ചെവി മുറിച്ച് താഴെ വീണു. ആ സമയത്ത് യേശു പറയും, ഒന്ന് നിൽക്കണേ, നിങ്ങൾ ഒന്ന് നിൽക്കണേ, പ്ലീസ് എക്സ്ക്യൂസ് മീ, ജസ്റ്റ് ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് കുനിഞ്ഞ് താഴെ വീണ ചെവിയുടെ മുറിയെടുത്തിട്ട് ഈ ദാസൻ്റെ മുറിഞ്ഞ ഭാഗത്തോട്ട് വെച്ച് സൗഖ്യമാക്കി കൊടുത്തു. ആരുടെയാ? ശത്രുവിൻ്റെ. ആരുടെയാ? കൊല്ലാൻ വന്നവൻ്റെ, എതിരാളികളുടെ. യേശു മനസ്സലിവുള്ളവനാണ്. അവൻ കരുണ കാണിക്കുന്നവനാണ്. അവൻ പ്രതികാരമുള്ളവനല്ല. അവൻ ആ ചെവി വെച്ച് കൊടുത്തു. അവിടെ നിന്ന് പിടിച്ചുകൊണ്ടുപോയി പല കോടതിയിൽ വിസ്തരിച്ചു. മഹാപുരോഹിതന്മാർ വിസ്തരിച്ചു. അവർക്ക് വധശിക്ഷയ്ക്ക് അധികാരമില്ല. അതുകൊണ്ട് പീലാത്തോസിൻ്റെ അടുക്കൽ വിട്ടു. പീലാത്തോസ് അവനെ ഹെരോദാവിൻ്റെ അടുക്കൽ, ഹെരോദാവ് വീണ്ടും പീലാത്തോസിൻ്റെ അടുക്കൽ വിട്ട്. പീലാത്തോസ് പറഞ്ഞു, ഈ മനുഷ്യനൊരു കുറ്റവും ഞാൻ കാണുന്നില്ല, ഇവനെ ഞാൻ വിട്ടയക്കുമെന്ന് പറഞ്ഞു. അവരെല്ലാം കൂടെ നിലവിളിച്ചു, അവനെ ക്രൂശിക്കാം, അവനെ ക്രൂശിക്കാം.
പിലാത്തോസ് വെള്ളമെടുത്ത് കൈ കഴുകിയിട്ട് പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. എങ്കിലും അവനെ ക്രൂശിച്ചു കൊല്ലാൻ വിധിച്ചു. ഒരു കോടതി ഇയാൾ നിരപരാധിയാണെന്ന് വിധി പറഞ്ഞിട്ട് അയാളെ കൊല്ലാൻ വിധിക്കുന്ന ചരിത്രത്തിൽ ആദ്യമാണ്. യേശുവിൻ്റെ കാര്യത്തിൽ ശരിയായിരുന്നു, അവൻ നിരപരാധിയായിരുന്നു. അവനെ കൊന്നത് നിങ്ങൾക്കും എനിക്കും വേണ്ടിയായിരുന്നു. കുറ്റവാളികൾ നമ്മളായിരുന്നു. നമുക്ക് പകരമാണ് അവനെ ഏൽപ്പിച്ചു കൊടുത്തത്. പടയാളികൾ അവനെ പിടിച്ചുകൊണ്ടുപോയി കഴുത്തോടോട് ചേർത്ത് കെട്ടിയിട്ട് അവൻ്റെ ശരീരത്തിലെ വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റി റോമൻ ചാട്ടവാറുകൊണ്ട് അവൻ്റെ പുറത്തടിച്ചു. കുതിരയുടെ തോല് വെയിലത്തിട്ടുണങ്ങി ചെറിയ നാരുകളായി കീറിയ അതിൻ്റെ അറ്റങ്ങൾ ഇരുമ്പ് ചൂണ്ടകൾ, ഇരുമ്പ് കൊളുത്തുകൾ കെട്ടിയിട്ടതാണ് റോമൻ ചമ്മട്ടി. പടയാളി അത് പിടിച്ച് വീശിയടിക്കുമ്പോൾ അനേകമായ തോൽവാറുകൾ യേശുവിന് പുറത്ത് ചുറ്റിപ്പിടിക്കും. അതിൻ്റെ അറ്റങ്ങളുള്ള ഇരുമ്പ് ചൂണ്ടകൾ, ഇരുമ്പ് കൊളുത്തുകൾ അവൻ്റെ മാംസം കീറിയ ആഴത്തിലിറങ്ങും. പടയാളി ചമ്മട്ടി വലിച്ചെടുക്കുമ്പോൾ അത്രയും സ്ഥലത്തെ മാംസം കീറിപ്പോരും. നെട്ടുകൈ കുറുകെ യേശുവിൻ്റെ പുറത്തടിച്ചുകൊണ്ടിരുന്നു. വേദന കൊണ്ട് അവൻ പൊളഞ്ഞ് അവൻ്റെ പുറത്തുനിന്ന് മാംസ കഷണങ്ങൾ തെറിച്ചു പോയി കീറി മുറിഞ്ഞ് അവൻ്റെ പുറത്ത് ഉഴവ് ചാലുകൾ ഉണ്ടായി. നിലമുഴുമ്പോൾ മണ്ണ് മറിഞ്ഞു കിടക്കുന്ന പോലെ യേശുവിൻ്റെ പുറത്ത് ഉഴവ് ചാലുകൾ ഉണ്ടായി. ഉഴവുളിയിലൂടെ വെള്ളമൊഴുകുന്ന പോലെ അവൻ്റെ പുറത്തുനിന്ന് രക്തം ധാരധാരയായി ഒഴുകി. ആ മുറിവുകൾക്ക് പറയുന്ന ഒരു പേരുണ്ട്. ആ മുറിവുകൾക്ക് പറയുന്ന പേരാണ് അടിപ്പിണർ. അതിനകത്താണ് നിങ്ങളുടെ രോഗശാന്തി ദൈവം വെച്ചത്. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. അവൻ അടികൊണ്ട് മുറിഞ്ഞത് നിൻ്റെ സൗഖ്യത്തിന് വേണ്ടിയാണ്. നിൻ്റെ ശരീരത്തിൻ്റെ സൗഖ്യം മാത്രമല്ല, നിൻ്റെ ആത്മാവിൻ്റെ സൗഖ്യത്തിന് വേണ്ടി, നിൻ്റെ മനസ്സിൻ്റെ സൗഖ്യത്തിന് വേണ്ടി. മുറിഞ്ഞു പോയ നിൻ്റെ ഹൃദയമുണ്ടല്ലോ, സങ്കടം കൊണ്ട് മുറിഞ്ഞു പോയ നിൻ്റെ അന്ധകരണമുണ്ടല്ലോ, നിനക്ക് ഇന്നർ ഹീലിംഗ് തരുവാൻ, ആന്തരിക സൗഖ്യം തരുവാൻ അവൻ നമുക്ക് വേണ്ടി മുറിവേറ്റു. ആ രക്തത്തിൻ്റെ ശക്തി ഇന്നും തീർന്നു പോയിട്ടില്ല. ഇവിടെ അവനെക്കുറിച്ച് ഞാൻ പ്രസംഗിക്കുമ്പോൾ യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വചനത്തോടൊപ്പം യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി വ്യാപരിക്കുകയാണ്. അതിവേഗത്തിലൂടെ ഈ വചനം നിങ്ങളുടെ മേൽ വന്ന് സ്പർശിക്കുമ്പോൾ അത്ഭുത രോഗശാന്തി നിങ്ങളുടെ ശരീരത്തിലുണ്ടാവുകയാണ്. അവനെ കണ്ടാൽ ആളെല്ലാം തോന്നുമാർ വിരൂപനായ അവൻ്റെ മുഖത്തെ രോമങ്ങൾ മുഴുവൻ ചമണ കൊണ്ട് പറിച്ചെടുത്ത് അവരുടെ തലയിൽ മുൾക്കിരീടം അടിച്ചിറക്കി. മരക്കുരിശും എടുത്തുകൊണ്ട് പോകുമ്പോൾ പല സ്ഥലത്തും അവൻ വീണു. കശാപ്പ് ശാലയിലേക്ക് ഒരു ആടിനെ അടിച്ചുകൊണ്ട് പോകുന്ന പോലെ യേശുവിനെ അടിച്ചടിച്ചവർ കൊണ്ടുപോയി. കാലുമലയുടെ മുകളിലെത്തിയപ്പോൾ ക്രൂശ് വാങ്ങി നിലത്തിട്ട് യേശുവിനെ പിടിച്ച് അതിൽ കിടത്തി കൈകൾ രണ്ടും വലിച്ചു വെച്ച് കാരിരുമ്പാണികൾ കൈകളിൽ അടിച്ചിറക്കി, പാദങ്ങൾ ചേർത്ത് വെച്ച് കൊടുത്തുമുടുത്ത് ഇരുമ്പാണി പാദങ്ങളുടെ മീതെ വെച്ച് ഭാരമുള്ള ചുറ്റുകൊണ്ട് പടയാളികൾ ആഞ്ഞാഞ്ഞ് അടിച്ചിറക്കി. അവൻ്റെ കൈകാലുകൾ തുളഞ്ഞ് പച്ചമരത്തിലേക്ക് ആണികൾ തുളഞ്ഞിറങ്ങി. 3 ആണുകൾ ക്രൂശിനോട് ചേർത്തറച്ച ശേഷം അവർ കൈകളിൽ പൊക്കിയെടുത്ത് പാറയിൽ വെട്ടി കുഴിയിലിട്ട് ഉറപ്പിച്ച് അവൻ്റെ യൗവന ശരീരം 3 ആളുകൾ കിടന്ന് ഒലഞ്ഞു. അവൻ്റെ അസ്ഥികളൊക്കെ ബന്ധം വിട്ടുപോയി. അവൻ്റെ നാവ് അണ്ണാക്കൂടെ പറ്റിപ്പോയി. അവൻ്റെ ശക്തി ക്ഷയിച്ചു പോയി. അവനെ കണ്ടാൽ ആളെല്ലാം തോന്നുമാർ അവൻ വിരൂപനായി തീർന്നു. ദൂരെ ആ കാൽവറിൽ ഉയർത്തപ്പെട്ട മരക്കുരിശന്മേൽ നിങ്ങൾക്കും എനിക്കും വേണ്ടി പടഞ്ഞ് അവൻ്റെ അവസാനത്തുള്ള രക്തവും ചിന്തി. ഒരു പടയാളി നീളമുള്ള കുന്തമെടുത്ത് താഴെ നിന്നുകൊണ്ട് അവൻ്റെ മാർബിടത്തിലേക്ക് കുത്തി. അവൻ്റെ ചങ്ക് തുളഞ്ഞ് ആ കുന്തം അകത്തേക്ക് കയറിയിട്ട് അവസാനത്തുള്ള രക്തവും അവൻ നമുക്ക് വേണ്ടി ചിന്തി. ഈ രക്തം നിന്നെ വീണ്ടെടുക്കുവാൻ ദൈവനീതിയുടെ മുമ്പിൽ യേശു കെട്ടിവെച്ച അതിനുള്ള മോചനദ്രവ്യമാണ്. നിൻ്റെ വീണ്ടെടുപ്പിൻ്റെ വിലയാണ്. കർത്താവ് താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചവരാണ് ഇവിടേക്ക് ദൈവമക്കൾ. ഓ ഹല്ലേലൂയ! അവൻ്റെ സമ്പാദ്യമാണ്. അവൻ ക്രൂശിൽ കിടന്നുകൊണ്ട് സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്തെന്ന് എഴുതിയിരിക്കുന്നു. ക്രൂശിൽ കിടന്നുകൊണ്ട് സന്തതിയെ കണ്ടു. ഏത് സന്തതിയാ? ക്രൂശിൽ കിടന്നുകൊണ്ട് അവൻ കണ്ടത് അവൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടുന്ന ജനത്തെ അവൻ കണ്ടു. 2017 മാർച്ച് മാസത്തിൽ ബാംഗ്ലൂരിലിരുന്നു കൊണ്ട് അവനെ ആരാധിക്കുന്ന സന്തതി അവൻ കണ്ടു. ക്രൂശിൽ കിടന്നുകൊണ്ട് അവൻ കണ്ടവരുടെ കൂട്ടത്തിൽ നിന്നെ കണ്ടതുകൊണ്ടാണ് ഇന്നിവിടെ വന്നിരിക്കുന്ന വല്ലതും മനസ്സിലാകുന്നുണ്ടോ? നീ അവൻ്റെ സന്തതിയായിട്ട് അന്നേ അവൻ നിന്നെ കണ്ടതാണ്. അവൻ മുടക്കിയ മുതൽ കൊണ്ട് നിന്നെ വിലയ്ക്ക് വാങ്ങിയതാ. നിന്നെ അവൻ വിളിക്കുന്നത് എന്താണെന്നറിയാമോ? ഓമന പേര് ചൊല്ലി വിളിച്ചു. മനുഷ്യർ പരിയാസ പേര് പറഞ്ഞിരിക്കും, താഴ്ത്തുന്ന പേര് പറഞ്ഞിരിക്കും, അപമാനിച്ചെന്ന് വരും. പക്ഷേ അവൻ നിന്നെ വിളിക്കുന്നത് ഓമന പേരാ.
ഓമന പേര് ചൊല്ലി വിളിച്ചു. യേശു ഉയർത്തുമ്പോൾ അതറിയാതെ മഗ്ദലക്കാരത്തി മറിയയും മറ്റേ മറിയയും എല്ലാം തോട്ടത്തിൽ ചെന്നു. കണ്ടില്ല, ബോഡി കണ്ടില്ല. കല്ലാരും ഉരുട്ടി മാറ്റുമെന്ന് വിചാരിച്ചാൽ കല്ലുരുട്ടി മാറ്റിയിരിക്കുക. അപ്പോൾ തോട്ടക്കാരൻ നിൽക്കുന്നതായിട്ട് മറിയയ്ക്ക് തോന്നി. മറിയ എന്ന് അതിലാവിലെ ഇരുട്ടുള്ളപ്പോൾ മറിയ അദ്ദേഹത്തോട് പറഞ്ഞു, യജമാനനെ നിങ്ങൾ ആ ബോഡി എടുത്തുകൊണ്ട് പോയെങ്കിൽ ഇങ്ങനെ തരണം, അവനെ എവിടെയാണ് വെച്ചതെന്ന് പറ. അപ്പോൾ തോട്ടക്കാരൻ അവളെ വിളിച്ചു, മറിയേ. ഉടനെ അവൾ വിളിച്ചു, റബ്ബൂനി, എൻ്റെ ഗുരുവേ. കാരണം യേശു വിളിക്കുന്ന പോലെ വേറെ ആർക്കും വിളിക്കാനൊക്കത്തില്ല. യേശു നിന്നെ വിളിക്കുന്ന പോലെ ലോകത്തിൽ മറ്റാർക്കും നിന്നെ വിളിക്കാനൊക്കത്തില്ല. അവൻ ഓമന പേര് ചൊല്ലി വിളിച്ചു. അവൻ പറയുന്നു, നീ എനിക്കുള്ളവൾ തന്നെ, നീ എനിക്ക് വിലയേറിയവനാണ്, നീ എനിക്ക് മാന്യനാണ്. എൻ്റെ ഒരു വാച്ചുണ്ട്, ഒരാൾ വാച്ച് തന്ന വാച്ച, സീക്കോയുടെ ഒരു വാച്ച്. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്കൊരു വാച്ച് ഉണ്ടായിരുന്നു. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അതിന് 10 പൈസയെ വിലയുള്ളായിരുന്നു. ഞങ്ങളുടെ വീടിനടുത്ത് അമ്പലപ്പറമ്പ് ഉത്സവം നടക്കുകയായിരുന്നു. അവിടെ ഇങ്ങനെ കൊച്ചു കടകൾ വെച്ച് ഒരുപാട് സാധനം വിൽക്കുന്നുണ്ട്. വാച്ചും വിൽക്കുന്നുണ്ട്. 10 പൈസ കൊടുത്ത വാച്ച് കിട്ടും. പ്ലാസ്റ്റിക് വാച്ചാണ്. 2 ദിവസം കെട്ടിക്കൊണ്ട് നടന്ന് പിന്നെ കാണാതെ പോയി. സമയമൊന്നും അറിയാനൊക്കത്തില്ല, കെട്ടിക്കൊണ്ട് നടക്കാം. 10 പൈസയുടെ വാച്ചുണ്ട്, അതിൽ കൂടിയ വാച്ചുണ്ട്. നെതർലൻഡ്സിൽ ഞാൻ ചെന്നപ്പോൾ അവിടെ വാച്ചുകളുടെ ഒരു ഷോറൂം കണ്ടു. $10 മില്യൺ, $1 കോടി വിലയുള്ള വാച്ച്. മുഴുവൻ ജുവൽസും ഡയമണ്ട്സും കൊണ്ടുണ്ടാക്കിയ വാച്ച്. അതൊരെണ്ണം ആരെങ്കിലും തന്നാൽ തന്നെ കെട്ടിക്കൊണ്ടുപോകാൻ നടക്കാനൊക്കെ പോകും. കള്ളന്മാരെ കയ്യും വെട്ടിക്കൊണ്ടുപോകും. അപ്പം അതിന് വിലയുണ്ട്. വില എങ്ങനെ അറിഞ്ഞത്? അതിൻ്റെ മുടക്കുമുതൽ വെച്ചാൽ വില അറിയുന്നത്. നിങ്ങളുടെ വില അറിയാവോ നിങ്ങൾക്ക്? നിങ്ങളുടെ വില നിങ്ങളുടെ മുടക്കുമുതൽ വെച്ചാൽ. എന്താ നിങ്ങളുടെ മുടക്കുമുതലെന്നറിയാമോ? പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വില അത്രയും പോരാ. കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ട് അത്രേ നിങ്ങളെ വീണ്ടെടുത്ത, നിന്നെ വിലയ്ക്ക് വാങ്ങിയ വില യേശു ക്രിസ്തുവിന്റെ തങ്കച്ചോരയാണ്. ദുഷ്ടപിശാചിനെ നിന്നെ വിഴുങ്ങാനിട്ട് കൊടുക്കത്തില്ല അവൻ. ദുഷ്ടമൃഗത്തിന് തൻ്റെ കുറുപ്രാവിനെ അവൻ ഏൽപ്പിച്ച് കൊടുക്കത്തില്ല. നിന്നെ എൻ്റെ ഉള്ളങ്കൽ ഞാൻ വരച്ചു വെച്ചിരിക്കുന്നു. നീ എനിക്കുള്ളവൻ തന്നെ. നിന്നെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാൻ ആർക്കും കഴിയത്തില്ല. കയ്യെ വരയില്ലേ? നമ്മുടെ കയ്യിലൊക്കെ വരയില്ലേ? ഇതുപോലെ ദൈവത്തിൻ്റെ കയ്യിലെ വരയാക്കി നിന്നെ വരച്ചു വെച്ചേക്കുക. ഏത് പിശാചിനെ അടുത്ത് ചെല്ലാനൊക്കുന്നത് നിന്നെ പിടിച്ചു പറിക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. എൻ്റെ അഭിപ്രായമല്ല, വേദപുസ്തകത്തിൽ എഴുതിയ കാര്യം ഞാൻ പറഞ്ഞിരിക്കുകയാണ്. ഏത് കയ്യാണെന്നറിയാമോ? ഈ ആകാശത്തെ ചാണുകൊണ്ടളക്കാൻ ഏത് കൈക്കാ വലിപ്പമുള്ളത്? ആ കൈക്കകത്താണ് നീ ഇരിക്കുന്നത്. വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോഴെല്ലാം പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്. ഞാൻ കയറുമ്പോൾ വിമാനം പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കും. കണ്ണടച്ച് ഒരു വെളിപ്പാട് മനസ്സിൽ കണ്ടുകൊണ്ട് 2 വലിയ കൈകൾ, ആ കൈകൾക്കകത്തൊരു കൊച്ചു വിമാനം പറക്കുന്നു. അതിനകത്ത് ഞാൻ ഇരിക്കുന്ന ദൈവമേ, അവിടുത്തെ കൈകൾക്കകത്ത് ഞാൻ സുരക്ഷിതനാണ്. വിമാനത്തിൽ പോകുമ്പോൾ മാത്രമല്ല, നീ മോട്ടോർ സൈക്കിളിൽ പോകുമ്പോഴും അവൻ്റെ കൈകൾ നിന്നെ വഹിക്കുകയാണ്. നീ കാറിൽ പോകുമ്പോഴും, നീ നടന്നു പോകുമ്പോഴും, നിൻ്റെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോഴും അവൻ്റെ ബലമുള്ള കൈകളിൽ അവൻ വഹിക്കുകയാണ്. നീ അറിയുന്നില്ലെങ്കിലും അവൻ നിനക്ക് കാവൽ നിൽക്കുകയാണ്. രാത്രി നീ ഉറങ്ങുമ്പോൾ നിനക്ക് വേണ്ടി കാവൽ നിൽക്കുന്നവനവൻ. ദുഷ്ടപിശാചിന് നിന്നോട് വൈരാഗ്യമാണ്. ദുഷ്ടശക്തികൾക്ക് നിന്നെ ഇല്ലായ്മ ചെയ്യാൻ ആഗ്രഹം. പിശാചിന് ഏറ്റവും വിരോധമുള്ളത് നിന്നെയാണ്. നീ ദൈവത്തെ ആരാധിക്കുന്നു, ദൈവത്തെ സേവിക്കുന്നു, ദൈവസനിൽ വരുന്നു, ദൈവമായുള്ള ബന്ധത്തിൽ ജീവിക്കുന്നു. അതുകൊണ്ട് ഏറ്റവും വലിയ വിരോധം നിന്നോടാണ്. നിന്നെ ജീവനോടെ വിഴുങ്ങാൻ പൈശാചിക ശക്തികൾ ഓടി വരുമ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ട്, അടയാളമുള്ള ഒരുത്തനെയും തുടരുത്.
അടയാളമുള്ള ഒരുത്തരെ തൊടരുത്. എന്തടയാളമാണ്? യേശുവിൻ്റെ രക്തത്തിൻ്റെ അടയാളം നിനക്കുണ്ട്. യേശുവിൻ്റെ രക്തത്തിൻ്റെ അടയാളം നിന്റെ മേലിട്ടിരിക്കുന്നതുകൊണ്ട് ഒരു ദുഷ്ടശക്തിക്ക് നിന്നെ തൊടാൻ കഴിയുകയില്ല. നിങ്ങൾ പാർക്കുന്ന വീടുകൾക്ക് അറുക്കപ്പെട്ട പെസഹ കുഞ്ഞാൻ രക്തം അടയാളമായിരിക്കും. രക്തം കാണുമ്പോൾ സംഹാരകൻ നിങ്ങളെ വിട്ട് കടന്നുപോകും. രക്തത്തിൻ്റെ ശക്തിക്കകത്ത് നിങ്ങൾക്കുള്ള സകലത്തെയും പൊതിഞ്ഞുകൊള്ളണം. രക്തത്തിൻ്റെ ശക്തിക്കകത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പൊതിയണം. നിങ്ങളുടെ മിനിസ്ട്രിയെ, നിങ്ങളുടെ കൂട്ടായ്മയെ, നിങ്ങൾക്കുള്ള സകലത്തെയും, നിങ്ങളുടെ സകല സ്വത്തുക്കളെയും, നിങ്ങളുടെ വാഹനങ്ങളെയും യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയുടെ വലയത്തിലായിരിക്കണം. ഒരു ദുഷ്ടശക്തിയുടെയും പോരുകൾ അടുത്തു വരത്തില്ല. നിനക്ക് ഏറ്റവും വലിയ കാവൽ യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയാണ്. ഹല്ലേലൂയ. അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായും തങ്ങളുടെ സാക്ഷിയുന്നതിന് ഹേതുവായി ജയിച്ചു. നമ്മുടെ പ്രാണനെ ജീവപര്യന്തം വിലയേറിയതായി എണ്ണയില്ല. വെളിപ്പാട് സ്വതി വായിക്കുന്ന ആരുടെ കാര്യമാണ്? ദൈവമക്കളുടെ കാര്യം വായിക്കുക. ആരെക്കുറിച്ചാണ്? പിശാചിനെ കുറിച്ചാണ്. ദൈവമക്കൾ പിശാചിനെ യേശുവിൻ്റെ രക്തം ഹേതുവായി ജയിച്ചു. ഹിറ്റ്ലർ രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ഏറ്റവും പേടിച്ചിരുന്ന ജർമ്മനിയുടെ ഹിറ്റ്ലർ ലോകം മുഴുവൻ പിടിച്ചെടുക്കാനായിട്ട് ആഗ്രഹിച്ച ആ ഏകാധിപതി, അയാൾ ഒരു ഭൂഗോളം എടുത്തു വെച്ചിട്ട് പറഞ്ഞു, ബ്രിട്ടീഷ് പട്ടാളമില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ ഭൂഗോളത്തെ എൻ്റെ കയ്യിലിട്ട് അമ്മാനമാടുമായിരുന്നു. ഈ ലോകത്തെ മുഴുവൻ എൻ്റെ കയ്യിലിട്ട് എനിക്ക് അമ്മാനമാടാമായിരുന്നു. ബ്രിട്ടീഷ് പട്ടാളം ഇല്ലായിരുന്നെങ്കിൽ. കാൽവറിയിലേക്ക് ചൂണ്ടിക്കൊണ്ട് ദുഷ്ട പിശാച് പറയുകയാണ്, യേശുവിൻ്റെ രക്തം അവിടെ ചിന്തിയില്ലായിരുന്നെങ്കിൽ ഈ മനുഷ്യവർഗത്തെ മുഴുവൻ എൻ്റെ കയ്യിലിട്ട് എനിക്ക് അമ്മാനമാടാമായിരുന്നു. യേശുവിൻ്റെ രക്തത്താൽ നീ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു, നീ വിലയ്ക്ക് വാങ്ങപ്പെട്ടിരിക്കുന്നു. അടുത്ത് പറയുന്നു, അവകാശം പ്രാപിച്ചു. സ്വർഗത്തിലെ ആത്മീയാനുഗ്രഹമാണ്. അവകാശം പ്രാപിച്ചു. എന്ത് അവകാശമുള്ളത്? ഈ ഭൂമിയിലെ സകല സ്വർണ്ണഖനികളും ഒരാളുടെ വകയാണെങ്കിൽ അയാൾ എത്രമാത്രം സമ്പന്നനാണോ അതിനേക്കാൾ സമ്പന്നനാണ് നീ. മനസ്സിലായിട്ടില്ല? അതാ അനങ്ങാതിരിക്കുന്നത്. ഞാൻ പറയുന്നത് തെറ്റുപറ്റാത്ത ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് വിശ്വസിക്കാത്തതുകൊണ്ടാണ് ഇപ്പോഴും ബുദ്ധിമുട്ടാണ്, ഞെരുക്കമാണെന്ന് പറഞ്ഞ് നടക്കേണ്ടി വരുന്നത്. നീ ഒന്ന് അറിഞ്ഞാൽ മതി, നിൻ്റെ അവകാശം. നിനക്ക് വിരൽ ചൂണ്ടി പ്രാർത്ഥിച്ചാൽ കുടുംബങ്ങൾ വേർപെട്ട് വരും. നീ ഉള്ളങ്കാൽ ചവിട്ടിയാൽ ആ ഭവനത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതം നടക്കും. ഒരു ദേശത്തിന് നേരെ കൈ ഉയർത്തി അവകാശം പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ അവിടെ ദൈവത്തിൻ്റെ ഉണർവായിരിക്കും. നിൻ്റെ മേലുള്ള അഭിഷേകത്തിൻ്റെ അധികാരം നീ അറിയുന്നില്ല. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടാനുള്ള അധികാരം ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഈ സ്വർഗത്തിലെ സകല അവകാശവും പ്രാപിച്ചവനെ യേശു ക്രിസ്തുവിന് എന്തെല്ലാം ഉണ്ടോ അത് നിൻ്റെ കൂടെ. ദൈവത്തിൻ്റെ അവകാശം യേശു ക്രിസ്തുവിൻ്റെ കൂട്ടവകാശമാക്കിയിരിക്കുക. ഈ ഭൂമിയിലെ സകല ഓയിൽ കിണറുകളും എണ്ണ കിണറുകളും ആരുടെ വകയാണ്? അയാൾ എത്രമാത്രം സമ്പന്നനാണോ അതിനേക്കാൾ സമ്പന്നനാണ് നീ. കോടി കോടി നക്ഷത്രങ്ങൾ ഉള്ളവൻ്റെ സന്തതിയാണ് നീ. അവൻ അസാധ്യമായിട്ടൊന്നുമില്ല. ചോദിച്ചു, ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞ ഒരാളാണ് നിൻ്റെ ദൈവം. നീ വിശ്വാസത്താൽ ചോദിച്ചാൽ നിനക്ക് വേണ്ടി അത് ചെയ്തു തരുവാൻ ശക്തിയുള്ളവനാ. അവന് ശക്തിയുമുണ്ട്, അവന് മനസ്സുമുണ്ട്. നിനക്ക് വിടുതൽ തരുവാൻ അവന് ശക്തിയുമുണ്ട്, അവന് മനസ്സുമുണ്ട്. അവൻ അസാധ്യമായിട്ടൊന്നുമില്ല. നീ രോഗിയാണെങ്കിൽ നീ ചോദിച്ചോ, രോഗസൗഖ്യം, നിനക്ക് അത്ഭുത സൗഖ്യം തരുവാൻ അവന് ശക്തിയുണ്ട്, അവന് മനസ്സുമുണ്ട്. ദുഷ്ട പിശാചാണ് നിന്നെ ഞെരുക്കുന്നത്. താഴ്ചയിൽ കൂടെ നീ കടന്നു പോകുന്നെങ്കിൽ അത് താൽക്കാലികം മാത്രമാണ്. ചില ദിവസങ്ങൾക്കുള്ളിൽ അത് മാറാൻ പോകുകയാണ്. ഈ 2017 തന്നെ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നിവർത്തിക്കുന്ന വർഷമാണ്. 2017 ആരംഭത്തിൽ കഴിഞ്ഞ ഡിസംബർ 31 ദിവസനെ പ്രാർത്ഥിച്ചിരുന്നപ്പോൾ ദൈവം തന്ന ദൂതാണ് 2017 ദൈവത്തിൻ്റെ പ്രോമിസസ് ഒന്നിനു പുറകെ ഒന്നായിട്ട് നിൻ്റെ കണ്ണിന് മുമ്പിൽ ദൈവം നിറവേറ്റും. ദൈവം നിവർത്തിച്ചു തരും. ദൈവം നിവർത്തിച്ചു തരും. വാഗ്ദത്തങ്ങൾ നിറവേറ്റും. വെറുതെ കുറേ വാക്ക് പറഞ്ഞ ആളുകളെ ഇങ്ങനെ കബളിപ്പിക്കുന്ന ആളല്ല യേശു. അവൻ്റെ പേര് തന്നെ സത്യവാനെന്ന. അവൻ വിശ്വസ്തന. സത്യവാനും വിശ്വസ്തനുമായ കർത്താവ് നിന്നോട് പറഞ്ഞ മുഴുവൻ വാക്കുകളും നിവർത്തിക്കും. ആകാശം മാറിയാലും ഭൂമി നീങ്ങിപ്പോയാലും അവൻ്റെ വാക്ക് മാറ്റുകയില്ല. അവൻ്റെ വാക്ക് മാറ്റത്തില്ല. നീ അവകാശം പ്രാപിച്ചു. സകല ജ്ഞാനവും വിവേകവും നിനക്ക് തന്നു. ദൈവ കുടുംബത്തിലേക്ക് നിന്നെ ദത്തെടുത്തു. ദത്തെടുക്കേണ്ടതിനാണ്
നിന്നെ വീണ്ടെടുത്തത്. ദത്തെടുക്കേണ്ടതിനാണ് നിന്നെ മുൻ നിയമിച്ചത്. ദത്തെടുക്കുക എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം ഞാൻ പറയാം. പഴയ നിയമകാലങ്ങളിലൊക്കെ ഒരാൾക്ക് ഒന്നിലധികം ഭാര്യമാരുണ്ട്, മക്കൾ ഒരുപാടാണ്, ഡസൻ കണക്കിന്, 12 മക്കൾ, 15 മക്കളൊക്കെയാണ്. ഇതിൽ ഒരാൾക്ക് മാത്രമേ അവകാശിയാകാനൊക്കത്തുള്ളൂ. ഇയാൾ കഴിഞ്ഞാൽ ഇയാളുടെ സ്ഥാനത്ത് ഒരാൾക്കേ വരാനൊക്കത്തുള്ളൂ. സ്വത്തുക്കൾ കിട്ടും, പക്ഷേ അവകാശി ഒരാൾ. അത് ഈ പിതാവാണ് നിശ്ചയിക്കുന്നത്. ആ പിതാവ് പറയും ഇന്ന മകൻ അവകാശി. ദാവീദ് പറഞ്ഞു ശലോമോനാണ് അവകാശി. ഒരുപാട് ഭാര്യമാർ, ഒരുപാട് മക്കളുണ്ട്, പക്ഷേ ശലോമോൻ അവകാശി. അബ്രഹാമിന് ഒരുപാട് മക്കളുണ്ട്, അബ്രഹാം പറഞ്ഞു ഇസഹാക്ക് അവകാശി. ഇതുപോലെ നിയമപ്രകാരം ദൈവ കുടുംബത്തിലെ സ്വത്തുക്കളുടെ നിയമാനുസരണമുള്ള അവകാശിയാക്കി നിന്നെ തീർത്തതിൻ്റെ പേരാ ദത്തെടുക്കൽ. നിന്നെ ദത്തെടുത്തു പറഞ്ഞ അർത്ഥം നീയാണ് നിയമപ്രകാരമുള്ള അവകാശി. സ്വർഗീയ കുടുംബത്തിൻ്റെ, ദൈവഭവനത്തിൻ്റെ നിയമപ്രകാരമുള്ള അവകാശി. അത് ശരിക്കും അറിയാൻ വയ്യാത്തോണ്ടാണ് ഒന്നുമില്ലാത്തവൻ്റെ കൂട്ടി ഇങ്ങനെ ഇരിക്കുന്നത്. അത് ശരിക്കും അറിഞ്ഞാൽ നിൻ്റെ തോളൊക്കെ ഒന്ന് പൊങ്ങിയനെ. അറിയാമോ? സകലത്തിൻ്റെ അവകാശിയാക്കി ദൈവം എന്നെ തീർത്തേക്കുക. യേശു ക്രിസ്തുവിൽ കൂടെ നിനക്ക് ലഭിച്ചത് എന്തുവാ? ലഭിച്ചത് ഒരു വയറ് മാറുന്ന ഒരു രോഗശാന്തിയാണ് കിട്ടിയത്. യേശു ക്രിസ്തുവിൽ കൂടെ നിനക്ക് ലഭിച്ചൊരു ഉദ്യോഗമാണോ? യേശു ക്രിസ്തുവിൽ കൂടെ നിനക്ക് ലഭിച്ചത് ഒരു കാറിന് വേണ്ടി പ്രാർത്ഥിച്ചു, കാറ് തന്നു, സ്തോത്രം. ഇതാണോ യേശു ക്രിസ്തുവിൽ കൂടെ ലഭിച്ചത്? നിനക്ക് പുത്രത്വമാണ്. പുത്രത്വം. എൻ്റെ നാമത്തിൽ നിങ്ങൾ പിതാവിനോട് ചോദിക്കുന്നതൊക്കെ പിതാവ് പുത്രനിൽ മഹത്വപ്പെടുന്നത് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും. ചോദിച്ചു കൊള്ളുക, ഞാൻ ചെയ്തു തരും. വിശ്വാസത്തിൻ്റെ പ്രാർത്ഥന നീ പ്രാർത്ഥിക്ക്, ദൈവത്തിൻ്റെ അത്ഭുതം നിൻ്റെ കണ്ണിന് മുമ്പിൽ നടക്കും. നിനക്കതിനുള്ള അവകാശമുണ്ട്, നിനക്കതിനുള്ള അധികാരമുണ്ട്. നിനക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ അതിനുള്ള നിലനിൽപ്പുണ്ട്. നിനക്ക് വേണ്ടിയുള്ള മുഴുവനും കെട്ടിവെച്ചു അവൻ. പിശാച് എപ്പോഴും കൊച്ചു കൊച്ചു കാര്യം പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കും. ഓ, നിനക്കത്രയൊന്നുമില്ല, ആ വലിയ ദൈവദാസനൊക്കെ പ്രാർത്ഥിച്ചാൽ നടക്കും, എനിക്ക് ആ കുഴപ്പമുണ്ട്, എനിക്ക് ഈ കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞ് നിൻ്റെ മനസ്സിലെപ്പോഴും കുറ്റബോധത്തിൻ്റെ ഒരു കാർമേഘവിടും. അതുകൊണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ നല്ലതാ എന്ന് പറഞ്ഞിരിക്കുകയല്ല, അതിനപ്പുറത്തോട്ട് കയറാനൊക്കത്തില്ല. ഇങ്ങനെ കാർമേഘം കിടക്കുക എൻ്റെ ജീവിതത്തിൽ. അതുകൊണ്ട് എനിക്ക് അത്രയും വിശ്വാസമില്ല, എനിക്ക് അങ്ങനെയൊക്കെ വിശ്വസിച്ചാൽ കൊള്ളാമെന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിരിക്കുക. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ ദൈവത്തിൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. പകുതി ശുദ്ധീകരണം എന്നൊരു കാര്യമേ ഇല്ല. എങ്ങനെ ശുദ്ധീകരണം? യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി കൊണ്ടാണ്. ശുദ്ധീകരണത്തെക്കുറിച്ച് ഉറപ്പില്ലാത്തത് കൊണ്ടാണ് ദൈവസന്നിധിയിൽ വന്ന് പകുതി മനസ്സോടിരിക്കുന്നത്, ആരാധിക്കാൻ പറയുമ്പോൾ തലയും കുനിച്ചിരിക്കുന്നത്, പ്രാഗൽഭ്യമില്ലാതിരിക്കുന്നത്. അതിൻ്റെ യഥാർത്ഥ കാരണം ഞാൻ പറയാം. യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയിൽ നിനക്ക് വിശ്വാസം പോരാ. യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയിൽ നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ നീ പറയും, യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയാൽ ഞാൻ പൂർണ്ണ വിശുദ്ധനാണ്. യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയാൽ ഞാൻ പൂർണ്ണമായി നീതീകരിക്കപ്പെട്ടവനാണ്. യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയാൽ എനിക്ക് പൂർണ്ണ പ്രാഗൽഭ്യമുണ്ട്. അവകാശം ഞാൻ പ്രാപിച്ചിരിക്കുന്നു. രോഗശാന്തി നിൻ്റെ അവകാശമാണ്. വിടുതൽ നിൻ്റെ അവകാശമാണ്. ഈ ഭൂമിയിൽ ജീവിക്കാൻ അത്ഭുതങ്ങൾ നിൻ്റെ അവകാശമാണ്. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിനക്ക് ഗൈഡൻസ് നിന്നെ നടത്തും. നിനക്കതിനുള്ള വഴികൾ കാണിച്ചു തരും. നീ കാല് വെച്ചാൽ മതി. പേടിച്ച് നിന്നാൽ ഒരിക്കലും വിടുതൽ ഉണ്ടാകത്തില്ല. യോശുവയോട് പറഞ്ഞു, പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ യോർദാനിൽ വന്ന് പെട്ടവും കൊണ്ട് ഒഴുക്കുള്ള യോർദാനിൽ വെള്ളം പൊങ്ങി ഒഴുകുക. കൊയ്ത്തുകാലത്ത് യോർദാൻ കരകവിഞ്ഞൊഴുകുമ്പോൾ അവർ പെട്ടവുമായിട്ട് വന്ന് അവരുടെ കാല് യോർദാനിലെ വെള്ളത്തിൽ മുങ്ങണം. യോർദാനിലെ വെള്ളത്തിൽ മുങ്ങിയാൽ ഒഴുക്ക് നിലയ്ക്കും. കരയ്ക്ക് നിൽക്കുക. എന്താ പുരോഹിതൻ എന്താ ഇറങ്ങാത്ത? വെള്ളം എന്താന്നോട്ട്? വെള്ളം ഇച്ചിരി താഴ്ത്ത്. റിസ്ക് അല്ലേ? നമ്മൾ ഈ ഒഴുക്കത്ത് ചാടാൻ ഒക്കുമോ? കരയ്ക്ക് നിൽക്കുക. അവിടെ നിൽക്കത്തേ ഉള്ളൂ. ആ വെള്ളത്തിന് ഒഴുക്കുള്ളപ്പോൾ വിശ്വാസത്താൽ നീ കാലെടുത്ത് വെക്ക്. അത്ഭുതം നടക്കാൻ പോകുക. നിൻ്റെ മുമ്പിലൂടെ യോർദാനിലൂടെ നിൽക്കാൻ പോകുക. നീ ഒരു സ്റ്റെപ്പ് മുൻപോട്ട് വെക്കണം. യേശു കടലിൻ്റെ മുകളിൽ നടന്നു വന്നപ്പോൾ രാത്രിയിൽ ശിഷ്യന്മാർ, അപ്പോസ്തലന്മാർ എല്ലാം കൂടെ നിലവിളിച്ചു. ഗലീലക്കടലിൽ അനേക നാളുകൾ രാത്രിയും പകലും മീൻ പിടിച്ച് നടന്നവർ, പേടിയില്ലാതിരുന്നവർ,
അവർ യേശു നടന്നു വരുന്നത് കണ്ടപ്പോൾ നിലവിളിച്ചു. എന്താ നിലവിളിക്കാൻ കാരണം? എന്താ നിലവിളിക്കാൻ കാരണം? ഭൂതം വരുന്നു. കൂടെ നടക്കുന്നവരാ യേശുവിനെ കണ്ടപ്പോൾ ഭൂതം 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 വരുന്നു, ഭൂതം വരുന്നു. യേശു പറഞ്ഞ് പേടിക്കേണ്ടത് ഞാനാ. പിന്നെന്താ യേശുവിനെ ഭൂതമൊന്നും വിചാരിച്ചത്? അവരതുവരെ യേശു വെള്ളത്തിന് മുകളിൽ നടക്കുന്ന കണ്ടിട്ടില്ല. അവരോട് ഞങ്ങൾ കണ്ടിട്ടില്ല, ഞങ്ങളിൽ കൂടെ നടക്കും, ഞങ്ങളല്ലേ അറിയാവുന്നത് യേശു നടക്കുമല്ലോ എന്ന്. ഇതൊരു നടന്നിട്ടില്ലല്ലോ, പിന്നെ അങ്ങനെ ഇത് യേശു ആകുന്നത്? നീ കണ്ടുവെച്ച രീതിയിൽ മാത്രം പ്രവർത്തിക്കാൻ ബാധ്യസ്ഥനല്ല കർത്താവ്. നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്നവനാണ് യേശു. യേശു പറഞ്ഞ് പേടിക്കേണ്ടത് ഞാനാണ്. അപ്പോൾ ശീമോൻ പറഞ്ഞു, കർത്താവേ, അത് നീയാണെങ്കിൽ ഞാനും കൂടെ വെള്ളത്തിന്റെ മുകളിൽ നടക്കാൻ കൽപ്പിക്കണമേ. ഒറ്റ വാക്കേ യേശു പറഞ്ഞുള്ളൂ, കം, വരിക. അത് കേട്ടിട്ട് ശീമോൻ പടകിൽ നിന്ന് കാലെടുത്ത് വെള്ളത്തിലേക്ക് വെച്ചു. സൈമൺ വാക്ക്ഡ് ഓൺ വാട്ടർ, അങ്ങനെ ബൈബിളിൽ എഴുതിയേക്കുന്നു. അവൻ വെള്ളത്തിന് മുകളിൽ നടന്നു. കാറ്റ് കണ്ട് പേടിച്ച് തുടങ്ങുകയാൽ മുങ്ങാൻ തുടങ്ങി. ആരാണോ ഇറങ്ങാൻ പറഞ്ഞത്? അവൻ കൈ നീട്ടിപ്പിടിച്ചു. അവൻ പറഞ്ഞിട്ടാ നീ കാല് വെച്ചെങ്കിൽ നീ മുങ്ങിത്താഴാൻ അവൻ സമ്മതിക്കുകയില്ല. അവൻ കൈ നീട്ടി നിന്നെ പിടിക്കും. യേശു കൈ നീട്ടി ശീമോനെ പിടിച്ചു. അവൻ മുങ്ങിത്താഴാനായിട്ട് സമ്മതിച്ചില്ല. ശീമോന് മാത്രമേ നടക്കാനൊത്തുള്ളൂ. ബാക്കി 11 അപ്പോസ്തലന്മാർക്ക് വെള്ളത്തിന് മുകളിൽ നടക്കാനൊത്തില്ല. എന്താ കാരണം? ഒരുത്തൻ മാത്രം കാല് വെക്കാൻ ധൈര്യപ്പെട്ടുള്ളൂ. മറ്റവർക്കൊക്കെ ആഗ്രഹമുണ്ട്, അവർക്കെല്ലാം ആഗ്രഹമുണ്ട്. എൻ്റെ അഭിപ്രായം ഞാൻ പറയാം, അവരുടെ ആഗ്രഹം ഈ പടകിനകത്ത് പകുതി വെള്ളം നിറച്ചിട്ട് ആ വെള്ളത്തിന് മുകളിൽ ഞങ്ങൾക്ക് നടക്കാം. കാരണം താണാലും വള്ളത്തിലാണല്ലോ. ഇതാണ് നമ്മുടെ ബുദ്ധി. താണാലും കുഴപ്പം വരല്ലേ, അതിനകത്ത് വെള്ളം നിറച്ച് വെള്ളത്തിൽ കൂടെ നടക്കാം. ഇല്ല, യേശുവിൻ്റെ വാക്ക് കേട്ട് അഴിയെന്ന് ഓർക്കാതെ ആഴമരായത് എടുത്ത് ചാടാൻ നിനക്ക് കഴിഞ്ഞാൽ നിന്നെ കൈപിടിച്ച് നടത്താൻ അവൻ വിശ്വസ്തനാണ്. അവൻ വിശ്വസ്തനാണ്. 7 അനുഗ്രഹങ്ങളിൽ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മെ അനുഗ്രഹിച്ച 7ാമത്തെ അനുഗ്രഹം നമ്മുടെ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ, നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ ദൈവം നമുക്ക് തരുമെന്ന് പറഞ്ഞിരിക്കുന്ന അവകാശത്തിൻ്റെ അഡ്വാൻസ് പേയ്മെൻ്റായ വാഗ്ദത്തൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. ആത്മാവിൻ്റെ മുദ്ര. പിശാച് പിടിക്കാൻ വരുമ്പോൾ രക്തത്തിൻ്റെ അടയാളം മാത്രമല്ല, ഒരടയാളം കൂടെ കിടപ്പുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ അടയാളം, പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര. അധർമ്മത്തിൻ്റെ മർമ്മം ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. നാശയോഗ്യന് ആത്മമൂർത്തിയായവൻ വെളിപ്പെട്ട് വരും. എപ്പോഴാ? വഴിയിൽ നിന്ന് തടയുന്നവൻ നീങ്ങിപ്പോക മാത്രം വേണം. ആരാ തടയുന്ന വഴിയിൽ? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ഉള്ളത് കൊണ്ട് എതിർ ക്രിസ്തുവിന് ഇപ്പോൾ വെളിപ്പെടാൻ ഒക്കുന്നില്ല. പരിശുദ്ധാത്മാവ് സഭയും കൊണ്ട് മാറിക്കഴിയുമ്പോൾ ആൻറ്റി ക്രൈസ്റ്റ് ഈ ഭൂമിയിൽ വെളിപ്പെട്ടു വരും. ഇതുപോലെ നിൻ്റെ വീട്ടിൽ ദുഷ്ടപിശാചിന് കയറി വരാനൊക്കത്തില്ല. പരിശുദ്ധാത്മാവ് തടയാനുണ്ട്. പരിശുദ്ധാത്മാവ് തടയുന്നത് കൊണ്ട് ദുഷ്ടശക്തികൾക്ക് കടന്നു വന്നതിനെ ഉപദ്രവിക്കാൻ കഴിയയില്ല. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തു യേശുവിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഈ ഭൂമിയിൽ അനുഗ്രഹത്തോടെ ജീവിക്കണം. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അങ്ങോട്ട് വീണ് കയ്യെ പിടിച്ചെന്ന് പറഞ്ഞ് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ആളാണ്. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ആളാണ്. യു ആർ ബ്ലെസ്ഡ് ബൈ ഗാഡ്. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ആളാണ്. ക്ഷീണിച്ചിരി നടക്കണ്ട, വിഷമിച്ച് നടക്കണ്ട. ദൈവം നിങ്ങളുടെ പക്ഷത്തുണ്ട്. ദൈവം നിങ്ങളെ സഹായിക്കാനുണ്ട്. നിങ്ങളുടെ ദാരിദ്ര്യം മാറ്റാൻ ദൈവമുണ്ട്. നിങ്ങളുടെ ഞെരുക്കം മാറ്റാൻ ദൈവമുണ്ട്. നിങ്ങളുടെ ബുദ്ധിമുട്ട് മാറ്റാൻ ദൈവമുണ്ട്. നിങ്ങളുടെ രോഗം മാറ്റുവാൻ ദൈവമുണ്ട്. നിങ്ങളുടെ പക്ഷത്ത് ദൈവമുണ്ട്. മനുഷ്യർ നിങ്ങളെ ഒറ്റപ്പെടുത്തട്ടെ, അവൻ നിങ്ങളെ കൈവിടത്തില്ല. മനുഷ്യർ നിങ്ങളെ തള്ളിക്കളയട്ടെ, അവൻ നിങ്ങളെ തള്ളിക്കളയത്തില്ല. ദൈവം പറയുന്നു, കേൾക്കണമോ? ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല. എല്ലാവരും കൈവിട്ടാലും അവൻ നിന്നെ കൈവിടത്തില്ല. അവൻ്റെ ബലമുള്ള കരം നിന്നെ പിടിച്ചിരിക്കുകയാണ്. അവൻ്റെ ഉള്ളംകൈ നിന്നെ വഹിച്ചെടുത്തിരിക്കുകയാണ്. ഭൂമിയിലുള്ള സകല സമുദ്രങ്ങളിലെ വെള്ളം അവൻ്റെ കയ്യിലെടുത്താലും അവൻ്റെ ഉള്ളംകൈയിൽ കൊള്ളാനുള്ളതേ ഉള്ളൂ.
പസഫിക് അറ്റ്ലാന്റിക്കിലെയും എല്ലാ സമുദ്രത്തിലെയും വെള്ളമെടുത്ത് അത്രയും വലിയ കൈയുള്ള ദൈവം പറയുക, നിന്നെ ഞാൻ വഹിച്ചിരിക്കുക, എൻ്റെ കയ്യിൽ നിന്നെ ഞാൻ കോരി എടുത്തിരിക്കുക. ഒരാൾ ഒരു സ്വപ്നം കണ്ട് സ്വർഗത്തിൽ ചെന്ന് അവിടെ ചെന്നപ്പോൾ അവനെ കാണിച്ചു കൊടുത്തു, നീ ഭൂമിയിലേക്ക് നോക്ക, നീ നടന്നു വന്ന വഴി കാണാം. അവൻ നോക്കിയപ്പോൾ കല്ലും മുള്ളും അതുപോലെ പ്രതികൂലങ്ങളും ഇടുക്കവും ഞെരുക്കമുള്ള വഴിയിൽ അവൻ്റെ കാൽപ്പാട് കണ്ടു. സൂക്ഷിച്ച് നോക്കുക, വേറൊരാടെ കാൽപ്പാട് അതിൻ്റെ സമീപത്തുണ്ട്. 2 ജോഡി കാൽപ്പാടുണ്ട്. കർത്താവ്, ഞാൻ പോയിടത്തെല്ലാം വേറൊരാടെ കാൽപ്പാടുണ്ടല്ലോ. കർത്താവ്, നിന്നെ ഒരിടത്ത് ഞാൻ ഒറ്റയ്ക്ക് വിട്ടിട്ടില്ല, നിൻ്റെ കൂടെ ഞാനുണ്ടായിരുന്നു, എൻ്റെ കാൽപ്പാടാണ്. കുറേ കഴിഞ്ഞപ്പോൾ 2 ജോഡി കാൽപ്പാടുകൾ ഒരു വലിയ പൊക്കത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അങ്ങോട്ട് അപകടകരമായ ഇറക്കമാണ്. അപകടകരമായ ഇറക്കത്തിൽ 1 ജോഡി കാൽപ്പാടേ ഉള്ളൂ താഴോട്ട്. ഇവനെ സങ്കടം വന്നു. അവൻ പറഞ്ഞു, എൻ്റെ കർത്താവ്, എങ്കിലും അത്രയും വലിയ അപകട താഴ്വരയിലേക്ക് പോയപ്പോൾ നീ അവിടെ നിന്ന് കളഞ്ഞില്ലേ, എന്നെ ഒറ്റയ്ക്ക് വിട്ടല്ലോ. അപ്പോൾ കർത്താവ് പറഞ്ഞു, മകനെ താഴോട്ട് ഇറങ്ങിപ്പോകുന്ന കാൽപ്പാടുകൾ നിൻ്റേതല്ല, അതെൻ്റേതാ. നിനക്ക് അവിടെ ഇറങ്ങാൻ ഒക്കത്തില്ലെന്ന് മനസ്സിലായതുകൊണ്ട് അവിടെ വെച്ച് നിന്നെ ഞാൻ ഭുജത്തിലെടുത്ത് മാറുടത്തിൽ വഹിച്ചു, എൻ്റെ കൈകളിൽ വഹിച്ചുകൊണ്ടാണ് താഴോട്ടിറങ്ങിയത്. അതെ, നിനക്ക് നടക്കാൻ ബുദ്ധിമുട്ടുള്ളിടത്ത് നിന്നെ കോരി കയ്യിലെടുത്തുകൊണ്ട് നടക്കുന്നവനാണ് നിൻ്റെ രക്ഷകൻ, നിൻ്റെ ഉടമസ്ഥൻ. സ്വർഗത്തിലെ സകല ആത്മീയാനുഗ്രഹത്താലും ക്രിസ്തുയേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. ലോകസ്ഥാപനത്തിന് മുമ്പ് ക്രിസ്തുയേശുവിൽ അവൻ നമ്മെ തിരഞ്ഞെടുത്തു, അവൻ നമ്മെ മുൻ നിയമിച്ചു, അവൻ നമ്മളെ വീണ്ടെടുത്തു. സകല വിവേകവും ജ്ഞാനവും അവൻ നമുക്ക് തന്നു. അവനിൽ നമ്മൾ അവകാശം പ്രാപിച്ചു. പരിശുദ്ധാത്മാവിനാൽ അവൻ നമ്മെ മുദ്രയിട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവം വലിയ ദൈവമാണ്. മനസ്സ് ക്ഷീണിച്ചു പോകരുത്, ഇവനിൽ ആശ്രയിക്കുക. ജീവിതത്തിൽ കർത്താവിനെ കൂടാതെ ജീവിക്കുന്നവൻ അനാഥനാണ്. അവനെ നടത്താൻ ആരുമില്ല, അവൻ ഒറ്റപ്പെട്ടവനാണ്. നിങ്ങൾക്ക് യേശുവിൻ്റെ കയ്യിൽ നിങ്ങളുടെ കൈവച്ച് കൊടുക്കുക, അവൻ നിങ്ങളെ കൈപിടിച്ച് നടത്തും. നിങ്ങളുടെ ആവശ്യങ്ങൾ അവനോട് പ്രാർത്ഥിക്കുക, അവൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. എല്ലായ്പ്പോഴും അവർ റെഡിയാണ് നിങ്ങളെ സഹായിക്കാൻ. ഏതെങ്കിലും വിഷയം, പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഏതെങ്കിലും ദൈവത്തോട് പറയാനുള്ള പ്രാർത്ഥനാ വിഷയം ദൈവം മറുപടി തന്നല്ലാതെ ഈ വിഷയത്തിൽ എനിക്കൊരു പരിഹാരം ഞാൻ കാണുന്നില്ല, ദൈവം എനിക്ക് അത്ഭുതം മറുപടി തരണം എന്ന് പ്രാർത്ഥനയുള്ളവർ മാത്രം കൈവക്കി പിടിക്കാം. സ്വർഗസ്ഥനായ പ്രിയ പിതാവേ, ഇവിടെ കയ്യുയർത്തിയ ആളുകൾ എവിടെ കാണുന്നുണ്ടല്ലോ, അത്ഭുതം മറുപടി അവിടുത്തെ പക്കലുണ്ടല്ലോ. സ്വർഗത്തിൽ നിന്ന് അത്ഭുതം പുറപ്പെടട്ടെ, സ്വർഗത്തിൽ നിന്ന് വിടുതൽ പുറപ്പെടട്ടെ, സ്വർഗത്തിൽ നിന്ന് പ്രാർത്ഥനയുടെ മറുപടി പുറപ്പെടട്ടെ. സ്വർഗത്തിലെ ദൈവമേ, അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തി അയച്ച് അവിടുത്തെ മക്കൾക്ക് വിടുതൽ കൽപ്പിക്കണം. ഞങ്ങളുടെ അവകാശങ്ങൾ തിരിച്ചറിയുവാൻ, ഞങ്ങളുടെ സ്ഥാനങ്ങൾ തിരിച്ചറിയുവാൻ, ക്രിസ്തു യേശുവിൽ ഞങ്ങൾക്കുള്ള പദവികൾ തിരിച്ചറിയുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് ഇടയാക്കണം. ഞങ്ങളുടെ അകത്തെ കണ്ണ് തുറക്കണമേ, ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ, ഞങ്ങൾ ഉള്ളതുപോലെ അറിയുന്ന ദൈവത്തിൽ സമ്പൂർണ്ണമായിട്ട് ശരണപ്പെട്ട് ജീവിപ്പാൻ ഞങ്ങൾക്കിടയാക്കണം. ഇവിടെ വന്നിരിക്കുക ഓരോ വ്യക്തിയും അനുഗ്രഹിക്കണം, ഈ സഭയെ അനുഗ്രഹിക്കണം. പാസ്റ്റർ സുനിൽ വർഗീസിനോട് പ്രാർത്ഥിക്കുന്ന അവിടുത്തെ മകനെയും ശുശ്രൂഷയും കുടുംബത്തെ അനുഗ്രഹിക്കണം. പാസ്റ്റർ വർഗീസിനോട് പ്രാർത്ഥിക്കുന്ന അത്ഭുതമായ വിടുതൽ കൊടുത്ത് ഇവിടെ വന്ന് ശുശ്രൂഷിപ്പാൻ അവിടെ ദാസനെ അത്ഭുതമായിട്ട് ഉപയോഗിക്കണം. ഇവിടെയുള്ള കൂട്ടുവേലക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, കർത്തവ്യ ശുശ്രൂഷന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഗായിക സംഘത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വിശ്വാസി കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പുതുതായിട്ട് വന്നിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കയ്യുയർത്തി എല്ലാവരെയും അവിടെ നിന്ന് ആശീർവദിക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ സഭയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ അതിരുകൾ വിശാലമാകട്ടെ. 10,000 ആളുകൾ ഇവിടെയൊക്കെ കിഴക്കുന്ന് പടിഞ്ഞാറ് തെക്കുന്ന് വടക്കുന്ന് വന്ന് ദൈവത്തെ ആരാധിപ്പാൻ തക്കോണം. ദൈവമേ, വിശ്വാസത്താൽ ഞങ്ങൾ വിളിച്ചു വരുത്തുന്നു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.